Good afternoon. Good afternoon. Okay, good afternoon. Good afternoon, ma'am. Okay, good afternoon. അപ്പം ഊണൊക്കെ കഴിച്ചോ എല്ലാവരും? ഭക്ഷണമൊക്കെ കഴിച്ചോ? കഴിച്ചു. Okay, good afternoon. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ ഓൺ മ്യൂട്ട് കൊടുക്കാണ് കേട്ടോ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു അല്ലെ? മൊഡ്യൂള് 3 ചാപ്റ്റർ നമ്പർ 46 അല്ലെ? 46 അല്ലേ നിങ്ങൾ പറഞ്ഞത്? ചാപ്റ്റർ നമ്പർ 46 അല്ലെ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ആ ഒരു ചാപ്റ്റർ ആണ് നമ്മൾ തുടങ്ങിയത് അല്ലെ? അപ്പൊ നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഭാഗം മാത്രം നമ്മൾ ജസ്റ്റ് പറഞ്ഞിരുന്നു അല്ലെ? ആ 2 ഡെഫിനേഷൻ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? അപ്പൊ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് നമ്മൾ ഓർമ്മപ്പെടുത്താണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അഡ്മിനിസ്റ്റർ എന്ന വാക്ക് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തത് അല്ലെ? നമ്മൾ പറഞ്ഞു ലാറ്റിൻ പദമായിട്ടുള്ള, ഓർമ്മയില്ലേ നിങ്ങൾക്കത്? അത്രയും ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു കേട്ടോ. അതായത് ആഡ് പ്ലസ് അഡ്മിനിസ്ട്രേയർ എന്ന എന്താ പറയാ ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് ഏത് വാക്കുണ്ടായത്? അഡ്മിനിസ്റ്റർ എന്ന വാക്ക് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ എന്ന വാക്ക് ഒറിജിനേറ്റ് ചെയ്തത് അല്ലെ? അപ്പൊ ആ ഒരു ലാറ്റിൻ പദത്തിന്റെ അർത്ഥം എന്താണ്? എന്തൊക്കെ മീനിങ്ങുകളാണ് നമ്മൾ പറഞ്ഞത്? ടു കെയർ ഫോർ അല്ലെ? പരിചരിക്കുക, അല്ലെങ്കിൽ എന്താണ്? ടു ലുക്ക് ആഫ്റ്റർ പീപ്പിൾ അല്ലെ? ആളുകളെ പരിപാലിക്കുക. പിന്നെന്താണ് അർത്ഥം? ടു മാനേജ് ദ അഫയേഴ്സ്. ഓക്കെ, ടു മാനേജ് ദ അഫയേഴ്സ്, കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. അങ്ങനെയൊക്കെ അർത്ഥം വരുന്ന എന്താണ്? ആഡ് പ്ലസ് അഡ്മിനിസ്ട്രേയർ എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് ഏത് വാക്ക് ഒറിജിനേറ്റ് ചെയ്തത്? അഡ്മിനിസ്റ്റർ എന്ന വാക്ക് ഒറിജിനേറ്റ് ചെയ്തത്. അപ്പൊ നിങ്ങളത് പ്രത്യേകം അണ്ടർലൈൻ ചെയ്ത് വെച്ച് തന്നെ പഠിക്കണം കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞു ഒരു അഡ്മിനിസ്ട്രേഷൻ എന്നതിന് 2 ഡെഫിനിഷൻസ്, 2 പേരുടെ ഡെഫിനിഷൻസ് നമ്മൾ കണ്ടു അല്ലെ? ഒന്ന് വന്നിട്ട് ഹെർബർട്ട് എ സൈമന്റെ ഡെഫിനിഷനും, രണ്ടാമത് എന്താണ്? ലൂതർ ഗള്ളിക് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ എന്താണ് ഡെഫിനിഷനുമാണ് നമ്മൾ കണ്ടത് അല്ലെ? ഹെർബർട്ട് എ സൈമൺ എന്താ പറഞ്ഞത്? അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഗ്രൂപ്പ്സ് കോപ്പറേറ്റിംഗ് ടു ഫുൾഫിൽ കോമൺ ഗോൾസ് അല്ലെ? അതായത് പൊതുവായിട്ടുള്ള ചില ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് വിവിധ ഗ്രൂപ്പുകളുടെ സഹകരിച്ചുള്ള പ്രവർത്തനമാണ് എന്തെന്ന് പറയുന്നത്? അഡ്മിനിസ്ട്രേഷൻ അല്ലെ? നമ്മളൊരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടായിരിക്കും അല്ലെ? ആ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അവിടെയുള്ള ജീവനക്കാരും വളരെ നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്ത് അല്ലെ സഹകരിച്ചെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ പ്രോപ്പർ ആവുള്ളൂ അല്ലെ? അപ്പൊ അദ്ദേഹം പറഞ്ഞ എന്താണ്? ഇവരെല്ലാവരും എന്തിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്? ആ ഒരു ഹോസ്പിറ്റലിന് ചില ലക്ഷ്യങ്ങളുണ്ട്. ഹോസ്പിറ്റലിന് മാത്രമല്ല, ഏതൊരു ഓർഗനൈസേഷനും കുറച്ച് കോമൺ ഗോൾസ് ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ ആ ഒരു പൊതുവായിട്ടുള്ള ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് വിവിധ ഗ്രൂപ്പുകൾ സഹകരിച്ച് പ്രവർത്തിക്കുന്നതിനെയാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അത് ആരുടെ ഡെഫിനിഷൻ ആയിരുന്നു? ഹെർബർട്ട് എ സൈമന്റെ ഡെഫിനിഷൻ ആയിരുന്നു. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ലൂതർ ഗുള്ളിക്കിന്റെ ആണ്. അദ്ദേഹം എന്താ പറഞ്ഞത്? അതേ മീനിങ് തന്നെ വേറൊരു രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അഡ്മിനിസ്ട്രേഷൻ ഹാസ് ടു ഡു ഗെറ്റിംഗ് തിങ്സ് ഡൺ. ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിരുന്നു, ഗെറ്റിംഗ് തിങ്സ് ഡൺ അല്ലെ? കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. അപ്പൊ വെറുതെ ഇങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ മതിയോ? അല്ല. എങ്ങനെ കൈകാര്യം ചെയ്യണം? വിത്ത് ദ ഫുൾഫിൽമെന്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഓൾറെഡി ഡിഫൈൻഡ് അല്ലെ? അതായത് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ചില എന്താ പറയാ ലക്ഷ്യങ്ങളെ നിറവേറ്റിക്കൊണ്ട് അല്ലെ? അവയൊക്കെ ഫുൾഫിൽ ചെയ്തുകൊണ്ട് സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് വേണം നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട്. അതിനെയാണ് എന്ത് പറയുന്നത്? അഡ്മിനിസ്ട്രേഷൻ. അത് ആരുടെ നിർവചനമാണ്? ആരുടെ ഡെഫിനേഷൻ ആയിരുന്നു അത്? ലൂതർ ഗുള്ളിക്കിന്റെ ഡെഫിനേഷൻ ആയിരുന്നു. ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഓക്കെ ആണല്ലോ? നിങ്ങൾക്ക് 2 ഡെഫിനേഷൻസും പഠിച്ചു വെക്കണം. എവിടെ നിന്നാണ് ആ ഒരു വാക്ക് ഒറിജിനേറ്റ് ചെയ്തത്? അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ഭാഗത്ത് നോക്കാലോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ ഗവേണൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ ആസ് എ ബിസിനസ്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാല്? ഒരു ബിസിനസ് എന്ന രീതിയിൽ ആശുപത്രിയുടെ ഭരണമാണ് അല്ലെ? ഭരണമാണ് എന്ത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എന്താണ്? അഡ്മിനിസ്ട്രേഷൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മെനി ഹെൽത്ത് കെയർ മാനേജേഴ്സ് ആൻഡ് എക്സിക്യൂട്ടീവ്സ് ഹു ഹാൻഡിൽ ദ ഇൻഡിവിജ്വൽ ഡിപ്പാർട്ട്മെന്റ്സ്.
വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ they are in charge of all the administrative and management functions of the respective department. ഇവിടെ ദമ്മെന്നാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്. തമ്മിൽ എമ്മ വേണ്ട, എമ്മ വെട്ടിക്കളയാ കേട്ടോ. ചാപ്റ്റർ നമ്പർ 46 കേട്ടോ. 46ാമത്തെ ചാപ്റ്റർ ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? ഒരു അഡ്മിനിസ്ട്രേഷൻ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ആരൊക്കെ അടങ്ങുന്നതാണ്? ആ ഒരു ഹോസ്പിറ്റലിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ കൈകാര്യം ചെയ്യുന്ന ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ മാനേജർമാരും എക്സിക്യൂട്ടീവുകളും ഒക്കെ അടങ്ങുന്നതാണ് ഇത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇത്രയും ആളുകൾ പ്രധാനമായിട്ടും അത് മനസ്സിലാക്കി വെക്കുന്ന ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വിഭാഗം എന്ന് പറഞ്ഞാൽ അവിടെ എന്തായിരിക്കും? ആ ഒരു ഹോസ്പിറ്റലിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ പ്രവർത്തിക്കുന്ന ഹെൽത്ത് കെയർ മാനേജർമാരും എക്സിക്യൂട്ടീവുകളൊക്കെ ഉൾപ്പെടുന്നതാണ് ഇത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ചുരുക്കാതെ തിരിച്ചു പറയുകയാണെങ്കിൽ ഈ പറയുന്ന മാനേജർമാരും എക്സിക്യൂട്ടീവുകളുമായിരിക്കും ഓരോ ഡിപ്പാർട്ട്മെന്റുകളും എന്ത് ചെയ്യുന്നത്? ഓരോ ഡിപ്പാർട്ട്മെന്റിൽ മാനേജ്മെന്റും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളെല്ലാം അഡ്മിനിസ്ട്രേഷനും എല്ലാം തന്നെ ചെയ്യുന്നത് ഈ പറയുന്ന ഹെൽത്ത് കെയർ മാനേജർമാരും എക്സിക്യൂട്ടീവ്സുകളായിരിക്കും. അവരെല്ലാവരും ഉൾപ്പെടുന്നതാണിത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നോക്കാം, ദ ഡ്യൂട്ടീസ് ഓഫ് ദ അഡ്മിനിസ്ട്രേറ്റർ differ with the size and complexity of the hospital. അതായത് ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്, അഡ്മിനിസ്ട്രേറ്റർമാരുണ്ട്. ഇപ്പൊ നിങ്ങൾ പഠിക്കുന്നത് എന്താണ്? നിങ്ങൾ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചിട്ട് അഡ്മിനിസ്ട്രേറ്റർമാരാവാനുള്ള ആളുകളാണ് അല്ലെ? അപ്പോ ഈ ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അതെന്താണ്? ഓരോ ആശുപത്രിയുടെ സൈസിനെയും കോംപ്ലക്സിറ്റിക്ക് അനുസരിച്ച് വ്യത്യാസമായിരിക്കും. ഓക്കെ, അതായത് അവർക്ക് ഇന്ന റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടൊരു റെസ്പോൺസിബിലിറ്റി നമുക്ക് പറയാനാവും. അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റർമാർക്ക്. ഓക്കെ, അപ്പൊ നമ്മള് അതിനെ കുറിച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യത്തെ ഒരു പാരഗ്രാഫിനകത്ത് പറയുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇനി 4ാമത്തെ മൊഡ്യൂളിനകത്ത് നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ തന്നെ നിങ്ങൾക്ക് സെപ്പറേറ്റ് പഠിക്കാനുണ്ട്. അഡ്മിനിസ്ട്രേറ്ററുടെ ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതിന് കൂടുതൽ നമുക്ക് എന്താണ് ഡീറ്റെയിൽ ആയിട്ട് അവിടെ പഠിക്കാം. പക്ഷെ ഇവിടെ ജനറൽ ഒരു ഐഡിയ അവർ തരുന്നുണ്ട്. ഒരു അഡ്മിനിസ്ട്രേറ്റർമാരുടെ ജോലി എന്ന് പറയുന്നത് ആ ഒരു ആശുപത്രിയുടെ സൈസ് അതുപോലെ തന്നെ ആ ഒരു കോംപ്ലക്സിറ്റിക്ക് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഇപ്പൊ വലിയ ഹോസ്പിറ്റൽ ആണെന്ന് വിചാരിക്കും. വലിയ ഹോസ്പിറ്റൽ ആവുമ്പോൾ എന്താണ്? അവിടെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടായിരിക്കും ഇല്ലേ? അപ്പൊ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവുമ്പോൾ അതിനനുസരിച്ച് എന്തായിരിക്കും? അഡ്മിനിസ്ട്രേറ്റർമാരുടെ എണ്ണവും കൂടുതലായിരിക്കും. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റർമാരും ഉണ്ടായിരിക്കും, അവരെ അസിസ്റ്റ് ചെയ്യുന്ന അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർമാരും അവിടെ ഉണ്ടായിരിക്കും. മനസ്സിലായോ? അതേസമയം നമ്മൾ ചെറിയ ഹോസ്പിറ്റൽ ആണെന്ന് വിചാരിക്കും. ചെറിയ ഹോസ്പിറ്റൽ ആകുമ്പോൾ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം ചിലപ്പോൾ അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റർമാരെ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു അഡ്മിനിസ്ട്രേറ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ. അദ്ദേഹം വന്നിട്ട് എന്തായിരിക്കും? ആ ഒരു ഹോസ്പിറ്റലിന്റെ എൻറ്റയർ ചാർജ് മുഴുവൻ ആൾക്കായിരിക്കും ആ ഒരു അഡ്മിനിസ്ട്രേറ്ററിനായിരിക്കും ഉണ്ടായിരിക്കുക. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് അവർ പറയുന്നത് ഓരോ ഹോസ്പിറ്റലിന്റെയും സൈസിനെയും ആ ഒരു കോംപ്ലക്സിറ്റി സങ്കീർണതയ്ക്ക് അനുസരിച്ചിട്ട് ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റർമാരുടെ ഡ്യൂട്ടിയിൽ അവരുടെ റെസ്പോൺസിബിലിറ്റിക്കും എന്തുണ്ട്? വ്യത്യാസങ്ങളുണ്ട്. കുറച്ച് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അവർ ചെയ്യുന്ന പല റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഓക്കെ, ശ്രദ്ധിക്കാം. അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആർ കോണ്ടാക്ട് ബിറ്റ്വീൻ ഹോസ്പിറ്റൽ ബോർഡ്സ്, അതർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആൻഡ് മെഡിക്കൽ സ്റ്റാഫ്. അപ്പൊ ആരാണ് അഡ്മിനിസ്ട്രേറ്റർമാർ എന്ന് പറഞ്ഞാല്? അവര് വന്നിട്ട് ഹോസ്പിറ്റൽ ബോർഡ്, അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കും അല്ലെ ഹോസ്പിറ്റലിന്റെ. ഹോസ്പിറ്റൽ ബോർഡ്, മറ്റ് മെഡിക്കൽ സ്റ്റാഫുകള്, അതുപോലെ മറ്റുള്ള അഡ്മിനിസ്ട്രേറ്റർമാരുമായിട്ടൊക്കെ ഒരു സമ്പർക്കം പുലർത്തുന്ന വ്യക്തിയാണ് ആര്? അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇവരെല്ലാവരുമായിട്ടും ഒരു കോണ്ടാക്ട് ഉള്ള വ്യക്തിയാണ് ആര്? അഡ്മിനിസ്ട്രേറ്റർ. മനസ്സിലായി? മെഡിക്കൽ സ്റ്റാഫുകളാകട്ടെ മറ്റ് ഡിപ്പാർട്ട്മെന്റിൽ അഡ്മിനിസ്ട്രേറ്റർമാരായിക്കോട്ടെ എന്തിനു പറയുന്ന ആ ഒരു ഹോസ്പിറ്റലിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റൽ ബോർഡിലെ അംഗങ്ങളുമായിട്ടൊക്കെ സമ്പർക്കം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, they organize the hospital activities and prepare its overall policies. അതൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. ആ സെന്റൻസ് അവിടെ കംപ്ലീറ്റ് ആണ്. They organize the hospital activities and prepare its overall policies. അതായത് അവര് വന്നിട്ട് എന്താണ്? ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഓർഗനൈസ് ചെയ്യുകയും ആ ഒരു ഹോസ്പിറ്റലിന്റെ ആവശ്യമായിട്ടുള്ള എല്ലാ നയങ്ങളും അല്ലെ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അങ്ങനെയുള്ള നയങ്ങളെല്ലാം തന്നെ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ചുമതല ആർക്കുണ്ട്? അഡ്മിനിസ്ട്രേറ്റർമാർക്കുണ്ട്.
ഇവിടെ പറയുന്ന അവരുടെ പല പല ഡ്യൂട്ടികളാണ് പറയുന്നത്. എല്ലാവർക്കും ഒരുപോലെ അല്ലാന്ന്, എല്ലാവർക്കും എന്താണ് വ്യത്യാസമുണ്ട്. ചില സ്ഥലങ്ങളിൽ എന്താണ് ഈ പറയുന്ന ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളും അവിടുത്തെ നയങ്ങളൊക്കെ രൂപീകരിക്കുന്നതിന് വേണ്ടി തന്നെ നയങ്ങൾ പ്രിപ്പയർ ചെയ്തതിനുള്ള ചുമതലയുള്ള അഡ്മിനിസ്ട്രേറ്റർമാരുണ്ടായിരിക്കും. ഇനി മറ്റു ചിലരുടെ കാര്യം ഇവർ പറയുന്നുണ്ട്. സം അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആർ in charge of hiring doctors and other staff, carrying out the employee evaluations and directing staff meetings. പിന്നെ മറ്റു ചില അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ആണെങ്കിൽ ഡോക്ടേഴ്സിനെ ഹയർ ചെയ്യാം, അതായത് ഡോക്ടേഴ്സിനെ തിരഞ്ഞെടുക്കുക, മറ്റ് മെഡിക്കൽ സ്റ്റാഫുകളെ തിരഞ്ഞെടുക്കുക, അതുപോലെ തന്നെ അവർ ഇവാലുവേറ്റ് ചെയ്യുക, അവിടെയുള്ള എംപ്ലോയീസ്, അവിടുത്തെ ജീവനക്കാരെ വിലയിരുത്തുക, അവർക്കായിട്ടുള്ള സ്റ്റാഫ് മീറ്റിങ്ങുകളൊക്കെ കണ്ടക്ട് ചെയ്യുക, അങ്ങനെയുള്ള ചുമതലകളുമുള്ള അഡ്മിനിസ്ട്രേറ്റർമാരുണ്ട്. അങ്ങനെ റെസ്പോൺസിബിലിറ്റി വഹിക്കുന്ന ആളുകളും ഉണ്ട്. ഓക്കെ, പിന്നെ ദേ വീണ്ടും പറയുകയാണ്, ദേ മേ ആൾസോ ബി അക്കൗണ്ടബിൾ ഫോർ ദ ഹോസ്പിറ്റൽസ് പബ്ലിക് റിലേഷൻസ് ആൻഡ് ഫണ്ട് റേസിംഗ് പ്രോഗ്രാംസ്. അതുകൂടാണ്ട് എന്താണ് ഹോസ്പിറ്റലിന്റെ പബ്ലിക് റിലേഷൻസ്, അതുപോലെ തന്നെ ഫണ്ട് റേസിംഗ് പ്രോഗ്രാംസ്. ഫണ്ട് റേസിംഗ് പ്രോഗ്രാംസ് എന്ന് വെച്ചാൽ എന്താണ്, ധനസമാഹരണ പരിപാടികളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലും ചുമതലയുള്ള റെസ്പോൺസിബിലിറ്റി ഉള്ള അഡ്മിനിസ്ട്രേറ്റർമാരുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ ഓർക്കേണ്ടത് എങ്ങനെയൊക്കെ അവർക്ക് ഡ്യൂട്ടികൾ വരുന്നുണ്ട്, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് അവരിൽ വരുന്നുണ്ട് എന്നുള്ളത്, അവരുടെ ആ ഒരു പ്രാധാന്യത്തെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നോക്കൂ. Since the administrators develop the programs for teaching and research hospitals, they have to keep up with the latest advances in medicine. എന്താണ് പറയുന്നത്, ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുമ്പോഴും എന്തായിരിക്കും, അപ് ടു ഡേറ്റ് ആയിരിക്കും. അതായത് അവരെപ്പോഴും നൂതനമായിട്ട് വരുന്ന കാര്യങ്ങൾ, ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ രംഗത്ത് വരുന്ന നൂതനമായിട്ടുള്ള കാര്യങ്ങൾ, ചിലപ്പോൾ ട്രീറ്റ്മെന്റിലാവാം, മറ്റു പല എക്യുപ്മെന്റ്സിന്റെ കാര്യത്തിലാവാം, പുതിയ പുതിയ ആശയങ്ങളൊക്കെ വരാം. ഓരോ കാലങ്ങൾ മാറുന്നതിനനുസരിച്ച് പുതിയ പുതിയ ഒത്തിരി കാര്യങ്ങൾ വരും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഈ ടീച്ചിങ്, റിസർച്ച് ഹോസ്പിറ്റൽസ്, അതായത് ഗവേഷണ പ്രവർത്തനങ്ങൾക്ക്, അതുപോലെ എന്താ പറയുക, അതിന്റെ ഭാഗമായിട്ട് ജീവനക്കാരെ ടീച്ച് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അഡ്മിനിസ്ട്രേറ്റർമാർ എപ്പോഴും എന്താണ് മെഡിസിൻ രംഗത്തുണ്ടാവുന്ന പുതിയ നൂതനമായിട്ടുള്ള മാറ്റങ്ങളെ നിലനിർത്തിക്കൊണ്ട് വേണം അവര് പ്രവർത്തിക്കാനായിട്ട്. മനസ്സിലായി? ഇന്നും ഒരു പഴയ രീതിയിൽ നിൽക്കരുത്, പുതിയ കാര്യങ്ങൾ വരും അല്ലെ, പുതിയ മാറ്റങ്ങൾ വരും മെഡിക്കൽ രംഗത്ത്. അതിനനുസരിച്ചുകൊണ്ട് ഇവരും എന്ത് ചെയ്യണം, ആ മാറ്റങ്ങളൊക്കെ ഉൾക്കൊണ്ട് അല്ലെങ്കിൽ അത്തരം മാറ്റങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് വേണം അവര് പ്രവർത്തിക്കാനായിട്ട്. കാരണം മനസ്സിലായോ? പ്രധാനമായിട്ടും അവരെന്ന് പറയുമ്പോൾ ഗവേഷണ പ്രവർത്തനങ്ങൾക്ക്, സയന്റിഫിക് റിസർച്ചിന്, ടീച്ചിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന വ്യക്തികളാണ് അഡ്മിനിസ്ട്രേറ്റർ. അങ്ങനെ പ്രൊമോട്ട് ചെയ്യേണ്ടവരാണ് അവര്. അപ്പൊ അതുകൊണ്ട് തന്നെ മെഡിക്കൽ രംഗത്ത് ഉണ്ടാകുന്ന പുതിയ മാറ്റങ്ങൾ, നൂതനമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് വേണം അഡ്മിനിസ്ട്രേറ്റർമാര് പ്രവർത്തിക്കാനായിട്ട്. അപ്പൊ അവിടെ എന്താ പറയുന്നത്, ജനറൽ ആയിട്ടുള്ള അവരുടെ കുറെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ആണ്. നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഓരോ ഹോസ്പിറ്റലിന്റെ സൈസിനും കോംപ്ലക്സിറ്റിക്കും അനുസരിച്ച് അവരുടെ ഡ്യൂട്ടിയിലും റെസ്പോൺസിബിലിറ്റീസിലും വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞല്ലോ, ചില അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങൾ ഓർഗനൈസ് ചെയ്യാം, അല്ലെങ്കിൽ അവിടുത്തെ നയങ്ങൾ പ്രിപ്പയർ ചെയ്യുക, അങ്ങനെയുള്ള റെസ്പോൺസിബിലിറ്റി ഉള്ളവരുണ്ട്. മറ്റു ചിലർക്കാണെങ്കിലോ ഡോക്ടർമാരെ തെരഞ്ഞെടുക്കണം, മറ്റുള്ള സ്റ്റാഫുകൾ തെരഞ്ഞെടുത്ത് അവരുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തണം. ഓക്കെ, അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യണം, അങ്ങനെ ഡ്യൂട്ടി വരാറുണ്ട്. ഇനി മറ്റു ചിലർക്കാണെങ്കിൽ ഹോസ്പിറ്റലിന്റെ പബ്ലിക് റിലേഷൻസും, പിന്നെ ഈ പറയുന്ന ധനസമാഹരണ പരിപാടികളൊക്കെ, ഫണ്ട് റേസിംഗ് പ്രോഗ്രാമുകളൊക്കെ നേതൃത്വം വഹിക്കാനുള്ള ചുമതലയുള്ളവരുണ്ടായിരിക്കാം. അതുപോലെ തന്നെ സയന്റിഫിക് റിസർച്ച്, ടീച്ചിങ്ങിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളാണ് ഈ അഡ്മിനിസ്ട്രേറ്റർമാര്. അതുകൊണ്ട് തന്നെ പുതിയ ആശയങ്ങളുമായിട്ട് അതിനൊക്കെ നിലനിർത്തിക്കൊണ്ട് വേണം അവരൊക്കെ പ്രവർത്തിക്കാനായിട്ട്. അവിടെ ഒരു ക്വസ്റ്റ്യനുള്ള കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റണം എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് അഡ്മിനിസ്ട്രേറ്റർമാർക്ക്. നിങ്ങൾ ആ ഒരു കോഴ്സ് പഠിക്കുന്ന കുട്ടികളാണല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഇനി നോക്കാം. ലാർജ് ഹോസ്പിറ്റൽസ് മെയിൻറ്റെയിൻ several administrators and assistant administrators managing the different departments. ഒരു ഫുൾ സ്റ്റോപ്പ് വേണം കേട്ടോ അവിടെ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഇപ്പൊ വലിയ ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ അവിടെ എന്താണ് ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അവിടെ എന്താണ് അതിനനുസരിച്ചുള്ള അഡ്മിനിസ്ട്രേറ്റർമാരുണ്ടായിരിക്കും. ഒന്നോ രണ്ടോ ഒന്നോ അല്ല, അതിൽ കൂടുതൽ പേരുണ്ടാവും. അവരെ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അസിസ്റ്റന്റ് എന്താ പറയാ അഡ്മിനിസ്ട്രേറ്റർമാരും ഉണ്ടാവും. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ വെൻ വൺ അഡ്മിനിസ്ട്രേറ്റർ ഇസ് ഇൻ ചാർജ് ഓവറോൾ എന്ന് പറയുന്നുണ്ട്. അതൊന്ന് വെട്ടിക്കോട്ടോ, അത് വേണ്ട, ആ ഒരു സെന്റൻസ് അവിടെ ആവശ്യമില്ല, അത് വെട്ടിക്കോളൂ. അടുത്തത് നോക്കുക കേട്ടോ.
In smaller hospitals, one administrator may be in charge of a number of departments or even of the entire hospital. എന്നോട് പറയുന്നത് ഇപ്പൊ ചെറിയ ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ അവിടെ അതിന് മാത്രം ഡിപ്പാർട്ട്മെന്റ്സുകളൊന്നും ഉണ്ടാവില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് ഒരു അഡ്മിനിസ്ട്രേറ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് മാത്രമല്ല അദ്ദേഹം എന്ന് പറയുന്നത് ആ ഒരു ഹോസ്പിറ്റലിന്റെ മുഴുവൻ എൻറ്റയർ ചാർജ് ആർക്ക് തന്നെയായിരിക്കും, ആ ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ കയ്യിലായിരിക്കും. ഓക്കെ, ഇതാണ് ഒരു എക്സാമ്പിൾ അവർ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, the administrator may assess the budgets for these departments and give the final approval to hiring recommendations. അതായത് അങ്ങനെയുള്ള അഡ്മിനിസ്ട്രേറ്റർമാർ ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ബഡ്ജറ്റുകൾ അല്ലെ, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ അവര് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വിലയിരുത്തുന്നുണ്ട്. പുതിയ ശുപാർശകളൊക്കെ വരുമ്പോൾ അതിനൊക്കെ ഒരു ഫൈനൽ അപ്രൂവൽ, അന്തിമ അനുവാദമൊക്കെ കൊടുക്കുന്നത് ആരായിരിക്കും? അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും. ചെറിയ ഹോസ്പിറ്റലിലെ കാര്യമാണ് എന്ന് പറയുമ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ ആ ഒരു അഡ്മിനിസ്ട്രേറ്റർ ഒരേ ഒരു അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാവുള്ളൂ. അദ്ദേഹത്തിന് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു ഹോസ്പിറ്റലിന്റെ ഫുള്ളി ഇൻചാർജ് അദ്ദേഹത്തിന്റെ കൺട്രോളിലായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ഒരു ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട സാമ്പത്തിക കാര്യങ്ങൾ, ബഡ്ജറ്റ് പോലെയുള്ള കാര്യങ്ങളെ വിലയിരുത്താം. അതുപോലെ തന്നെ പുതിയ വല്ല നിർദ്ദേശങ്ങൾ, ശുപാർശകളൊക്കെ വരുമ്പോൾ അതിനൊരു ഫൈനൽ അപ്രൂവൽ കൊടുക്കുക അല്ലെ, അനുവാദം കൊടുക്കുക എന്നൊക്കെ പറയുന്നത് അവരുടെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്. ഓക്കെ, ഇത് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ഇവിടെ പ്രധാനമായിട്ടും പഠിക്കേണ്ട ഭാഗങ്ങൾ ഇതൊക്കെയുണ്ട്. ഒന്ന്, ഈ പറയുന്ന അഡ്മിനിസ്ട്രേഷൻ എന്ന വാക്കിന്റെ ഒറിജിനേഷൻ എവിടെ നിന്നാണ്. അപ്പൊ നിങ്ങളത് പറയുന്ന ആഡ് പ്ലസ് അഡ്മിനിസ്ട്രേറ്റർ ആണ്. അതിന്റെ മീനിങ്ങുകളും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ടു ടേക്ക് കെയർ ഓഫ്, ടു കെയർ ഫോർ ഉണ്ട്, ടു ലുക്ക് ആഫ്റ്റർ പീപ്പിൾ, ടു മാനേജ് അഫയേഴ്സ്, അങ്ങനെയുള്ള അർത്ഥമാണ്. അത് മനസ്സിലാക്കി വെക്കുക. പിന്നെ നമ്മൾ രണ്ട് ഡെഫിനിഷൻസ് പഠിക്കുന്നുണ്ട്. ഹെർബർട്ട് സൈമന്റെ ഡെഫിനിഷനും ലൂതർ ഗുള്ളിക്കിന്റെ ഡെഫിനിഷൻ. അപ്പൊ ഡെഫിനിഷൻ എന്നിട്ട് ആരാണ് ഇത് മുന്നോട്ട് വെച്ചത് നമുക്ക് ചോദിക്കുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നത്. പിന്നെ നമ്മൾ പഠിക്കുന്നത് എന്താണ്, ഈ ഒരു സെന്റൻസ് എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ ഒരു ബിസിനസ്, ഇറ്റ് ഈസ് ദ ഗവേണൻസ് ഓഫ് എ ഹോസ്പിറ്റൽ ആസ് എ ബിസിനസ്. ഒരു ബിസിനസ് എന്ന രീതിയിൽ ഹോസ്പിറ്റലിന്റെ ഭരണമാണിന്റെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്കറിയണം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അവിടെ വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഹെൽത്ത് കെയർ മാനേജർമാരും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവുകളും ഇവരെല്ലാം ഉൾപ്പെടുന്നതാണ് എന്ത്, നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അവരുടെ ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അത് ആ ഒരു ഹോസ്പിറ്റലിന്റെ സൈസിനെയും കോംപ്ലക്സിറ്റിക്ക് അനുസരിച്ചൊക്കെ വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ അതിനകത്ത് പറഞ്ഞിരുന്നു അല്ലെ. വലിയ ഹോസ്പിറ്റൽ ആകുമ്പോൾ ഒരുപാട് അഡ്മിനിസ്ട്രേറ്റർമാരുണ്ടായിരിക്കും, അവരെ സപ്പോർട്ട് ചെയ്യാൻ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർമാരുണ്ടാവും. അതേസമയം ചെറിയ ഹോസ്പിറ്റൽ ആകുമ്പോൾ അവിടെ ചിലപ്പോൾ ഒരേ ഒരു അഡ്മിനിസ്ട്രേറ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ. അദ്ദേഹത്തിനാണെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിൽ ഫുൾ ഇൻചാർജ് ഉണ്ടായിരിക്കും. മനസ്സിലായി? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവിടെ പറഞ്ഞു പോകുന്നത്. ഓക്കെ ആണോ? നിങ്ങൾക്ക് ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? മനസ്സിലാവുന്നില്ലേ? മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക്? ഓക്കെ, ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ കേട്ടോ. ഒട്ടും റെസ്പോണ്ട് ചെയ്യാതിരിക്കല്ലേ. നിങ്ങൾക്ക് ചോദിക്കുമ്പോൾ എന്തെങ്കിലും പറയണം കേട്ടോ. ഓക്കെ, അത്രയല്ലോ. ഇനി നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോകാം. എന്താണ് ഇലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ അതൊന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കണം. ഇലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേഷന്റെ എലമെന്റ്സ്, ഘടകങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ അവിടെ പറയുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് മാത്രമല്ല കേട്ടോ, ഏതൊരു അഡ്മിനിസ്ട്രേഷൻ, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട് അല്ലെ. ഒരു സ്കൂൾ എടുക്കുകയാണെങ്കിൽ, ഒരു കോളേജ് എടുക്കുകയാണെങ്കിൽ അതിനുണ്ട് ഒരു അഡ്മിനിസ്ട്രേഷൻ വിഭാഗം ഉണ്ടല്ലോ. അപ്പൊ ഏതൊരു അഡ്മിനിസ്ട്രേഷനിലും വരുന്ന എലമെന്റ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അത് നമുക്കൊരു ചുരുക്ക രൂപത്തിൽ തന്നെ പഠിച്ചാൽ മതി. എന്താണ് പോസ്റ്റ് കോർപ്പ്? എന്താണ് പോസ്റ്റ് കോർപ്പ്? എന്താണ് പോസ്റ്റ് കോർപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു അബ്രിവിയേഷൻ ആണ്, വേറൊന്നുമല്ല. നമ്മൾ ഈ പറയുന്ന എന്താ പറയാ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഇങ്ങനെ പബ്ലിക് എന്താ പറയാ അഡ്മിനിസ്ട്രേഷൻ മേഖലകളിലൊക്കെ നമ്മൾ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചുരുക്ക പേര് കേട്ടോ, ഒരു എന്താ പറയാ അബ്രിവിയേഷൻ ആണ് പോസ്റ്റ് കോർപ്പ് എന്ന് പറയുന്നത്. അതില് ഓരോന്ന് ഓരോ എലമെന്റ്സുകളാണ്. പി എന്ന് പറയുന്നത് എന്താണ്? പോസ്റ്റ് കോർപ്പില് പി ഡിനോട്ട് ചെയ്യുന്നത് പ്ലാനിങ് എന്നാണ് കേട്ടോ, പ്ലാനിങ് എന്നാണ്. അതുപോലെ ഒ എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? ഓർഗനൈസിങ്. എന്താണ്? ഓർഗനൈസിങ് ആണ്. എസ് എന്താണ്? എസ് എന്താ ഉദ്ദേശിക്കുന്നത്? സ്റ്റാഫിങ്. എന്താണ്? സ്റ്റാഫിങ് ആണ്. ടി എന്ന് പറയുന്നത് ഡയറക്റ്റിംഗ്. എന്താണ്? ഡയറക്റ്റിംഗ്. അടുത്തത് സി എന്താ? സി അല്ല, സി ഒ എന്ന് എടുക്കണം കേട്ടോ. സി ഒയും കൂടെ ഒരുമിച്ചാണ് പറയുന്നത്. സിഒ എന്ന് പറഞ്ഞാൽ എന്താണ്? കോർഡിനേറ്റിംഗ്. എന്താണ്? കോർഡിനേറ്റിംഗ്. അടുത്തത് ആർ എന്താണ് ഉദ്ദേശിക്കുന്നത്? റിപ്പോർട്ടിംഗ്. എന്താണ്? റിപ്പോർട്ടിംഗ്. പി എന്ന് പറഞ്ഞാൽ എന്താണ്? ബഡ്ജറ്റിംഗ്.
മനസ്സിലായോ? ഇത്രയുമാണ് അതിൽ വരുന്ന എലമെന്റ്സ്. അപ്പൊ നമ്മൾ അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. പോസ്റ്റ് വേർബ് ഇപ്പൊ P4 എന്താണ് പഠിക്കണം കേട്ടോ. P4 എന്താണ് പ്ലാനിങ്. ഓക്കെ. O എന്താണ് ഓർഗനൈസിങ്. S എന്താണ് സ്റ്റാഫിങ്. ഓക്കെ. D എന്താണ് ഡയറക്റ്റിംഗ്. CO എന്താണ് കോർഡിനേറ്റിംഗ്. R എന്താണ് റിപ്പോർട്ടിംഗ്. B4 ബഡ്ജറ്റിംഗ്. നമ്മൾ ഈ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം തന്നെ എന്താണ് അഡ്മിനിസ്ട്രേഷന്റെ പ്രധാനപ്പെട്ട എലമെന്റ്സ് ആണ്. ഓരോ എലമെന്റ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ. ഫസ്റ്റ് എന്താണ് P ആണ് കേട്ടോ. P എന്താണ് പ്ലാനിങ് ആണ് അല്ലെ. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ആസൂത്രണം ചെയ്യലാണ് അല്ലെ. നമ്മൾ എന്ത് കാര്യം ചെയ്യണം. ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് മാത്രമല്ല, നമ്മളിപ്പോ എന്ത് നിസ്സാര നമ്മുടെ വീട്ടിലാണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവും? അതെ, ഓക്കെ, സ്ഥിതി കറക്റ്റ് ആണ്. തിങ്കിങ് ഒരു പ്ലാനോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ. ഒരു പ്ലാൻ വേണം നമുക്ക് എന്ത് കാര്യം. നിസ്സാര കാര്യമാണെങ്കിൽ പോലും അത് പ്ലാൻ ചെയ്ത പോലെ നടക്കുമോ നടക്കില്ല എന്നുള്ളതൊന്നും വിഷയമല്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ഒരു പ്ലാനിങ് ഉള്ളത് നമുക്ക് നല്ലതാണ് അല്ലെ. ചിലപ്പോ ഒരു പരിധി വരെ പ്ലാനിങ് പോലെ നടക്കും. ഇപ്പൊ ഞാൻ തന്നെ ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ വന്ന് ക്ലാസ് എടുക്കുന്നുണ്ട്. എനിക്കൊരു പ്ലാൻ ഉണ്ട് അല്ലെ. ഞാൻ ഈ 1 മണിക്കൂറിനുള്ളിൽ ഞാൻ ഇത്ര പോർഷൻ എനിക്ക് തീർക്കണം, അല്ലെങ്കിൽ ഇതിന്റെ കാര്യങ്ങൾ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്നുള്ളൊരു പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ക്ലാസ് എടുക്കുന്നത്. എന്നതുപോലെ ഏതൊരു കാര്യത്തിലും പ്ലാനിങ് ഉണ്ടായിരിക്കും. അത് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് വായിക്കാം എന്താണ് പ്ലാനിങ് എന്ന് പറയുന്നത്. പ്ലാനിങ് ഈസ് ദ പ്രോസസ് ഓഫ്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. പ്ലാനിങ് ഈസ് ദ പ്രോസസ് ഓഫ് തിങ്കിങ് about the activities needed to gain a desired goal. Okay. It is the first and foremost activity to attain desired result. എന്താണ് പറയുന്നത്? ഒരു ഡിസൈഡ് ഗോള്, അതായത് നമ്മളുടെ ഒരു ആഗ്രഹിച്ച ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ട് നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന പ്രക്രിയ. അവിടെ എന്ത് മാത്രമേ നടക്കൂ? ഈ തിങ്കിങ്. വേറെ ഒന്നും നമ്മൾ അവിടെ ചെയ്യുന്നില്ല. ഒരു പ്ലാൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മനസ്സിൽ തീരുമാനിക്കും. നമ്മൾ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യും, ആലോചിക്കും. അത് തന്നെയാണ്, അത്രേ ഉള്ളൂ. അതായത് നമ്മുടെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു ഡിസൈഡ് ഗോള് നേടിയെടുക്കാനായിട്ട് നിറവേറ്റാനായിട്ട് എന്തെല്ലാം പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യണം, എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യണം എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്ന പ്രക്രിയയാണ്. തിങ്കിങ് പ്രോസസ് ആണ് കേട്ടോ. ചിന്തിക്കുന്ന ആ ഒരു പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലാനിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? നോക്കൂ, ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആക്ടിവിറ്റി ടു അറ്റൈൻ ദ ഡിസൈഡ് റിസൾട്ട്. അപ്പൊ നമുക്ക് ആ ഒരു ആഗ്രഹിച്ച കാര്യം അല്ലെങ്കിൽ ആ ഒരു ഡിസൈഡ് റിസൾട്ട് അല്ല, ആ ഒരു ഫലപ്രാപ്തി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ആദ്യവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് എന്ത്? പ്ലാനിങ് എന്ന് പറയുന്നത് അല്ലെ. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സ്റ്റെപ്പാണ് എന്ത്? ആക്ടിവിറ്റി ആണെന്ത്? പ്ലാനിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? പ്ലാനിങ് ഈസ് ദ പ്രോസസ് ഓഫ് തിങ്കിങ് അബൌട്ട് ദ ആക്ടിവിറ്റീസ് നീഡഡ് to gain a desired goal. It is the first and foremost activity to attain the desired result. Okay ആണ് പറഞ്ഞത്? മനസ്സിലായോ? ഒന്നുമില്ല, ഒരു ആസൂത്രണമാണ്. കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കും. രണ്ടാമത്തത് കേട്ടോ, രണ്ടാമത്തെ പോയിന്റ് ഇതാണ് ഓർഗനൈസിങ്. ഓർഗനൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? സംഘടിപ്പിക്കാനാണ് അല്ലെ, സംഘാടനമാണ്. അപ്പൊ നമ്മൾ ഓക്കെ, നമ്മളുടെ മനസ്സിലൊരു പ്ലാനിങ് ഒക്കെ നമ്മൾ ഉണ്ടാക്കി, നമ്മൾ തിങ്ക് ചെയ്ത് പ്ലാൻ ഒക്കെ ചെയ്തു വെച്ചിട്ട് നമുക്ക് എന്ത് വേണം? ആ പ്ലാൻ പ്രകാരമുള്ള ആളുകള് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെ അല്ലെങ്കിൽ മറ്റുള്ള റിസോഴ്സുകളെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം? സംഘടിപ്പിക്കണം. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഓർഗനൈസിങ്. ഓക്കെ, നമുക്ക് വായിക്കാം. ഓർഗനൈസിങ് കൺസിസ്റ്റ് ഓഫ് coordinating and allocating a firm's resources in order to execute its plans. നമ്മൾ പ്ലാൻ ചെയ്ത പ്രകാരം ആ പ്ലാനിങ് പോലെയുള്ള കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ, നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ലഭ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സുകളും നമ്മൾ കോർഡിനേറ്റ് ചെയ്യാണ് അല്ലെ. അതിനെല്ലാം നമ്മൾ ഒരുമിച്ച് കൊണ്ടുവരാണ്, അലോക്കേറ്റ് ചെയ്യാണ്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർഗനൈസിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ സംഘടിപ്പിക്കുകയാണ്. അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരും? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡെവലപ്പിംഗ് എ സ്ട്രക്ചർ ഫോർ പീപ്പിൾ, പൊസിഷൻസ്, ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് ആക്ടിവിറ്റീസ് വിത്തിൻ ദ ഫേം. എന്താണ്? ആ ഒരു ഹോസ്പിറ്റലിലെ ആക്ടിവിറ്റീസ് അല്ലെ, പ്രവർത്തനം. ഹോസ്പിറ്റലിൽ ഞാൻ പറഞ്ഞത് മാത്രം ഏതൊരു ഓർഗനൈസേഷനും ആവാട്ടോ. അപ്പൊ ആ ഒരു ഫേമിനകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങള്, അതുപോലെ തന്നെ ആളുകള്, അവരുടെ പൊസിഷൻസ്, ഡിപ്പാർട്ട്മെന്റുകള് അല്ലെ, അങ്ങനെയുള്ളവയ്ക്കായിട്ടൊരു ഘടന വികസിപ്പിക്കാന്നുള്ളത് ഇതിനകത്ത് വരുന്നതാണ്. ഓർഗനൈസ് ചെയ്യുന്നത് വരണം. നമ്മൾ ഓർഗനൈസ് ചെയ്യുന്ന വെച്ചാൽ ആളുകളെ സംഘടിപ്പിക്കണം അല്ലെ. നമ്മൾ എങ്ങനെയൊക്കെ ഓർഗനൈസ് ചെയ്യാം? ചിലപ്പോൾ നമ്മൾ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പല ആളുകളെ നമ്മൾ സംഘടിപ്പിച്ചു കൊണ്ടുവരും. അപ്പൊ ആളുകളായിരിക്കാം, ചിലപ്പോൾ എന്തായിരിക്കും പല ഡിപ്പാർട്ട്മെന്റ്. ഇപ്പൊ ഹോസ്പിറ്റലാണെങ്കിൽ അവിടെ പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റുകളെ നമ്മൾ സംഘടിപ്പിക്കണം അല്ലെ. ആ ഡിപ്പാർട്ട്മെന്റുകൾക്ക്
ഡിപ്പാർട്ട്മെന്റുകൾ വേണം, അതുപോലെ ചില പ്രവർത്തനങ്ങള് അവിടെ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ നമ്മൾ ഓർഗനൈസ് ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്. ആളുകള് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റുകള് അവിടെ നടത്തുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഒരു ഘടന വികസിപ്പിക്കാനുള്ളത് ഏതിനകത്ത് വരുന്നതാണ്? ഓർഗനൈസ് ചെയ്യുന്നത് വരുന്നതാണ്. ക്ലിയർ ആയി? അപ്പൊ പ്ലാനിങ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ജസ്റ്റ് തിങ്കിങ് മാത്രമാണ് കേട്ടോ അവിടെ നടക്കുന്നത്. ഓർഗനൈസിംഗിന് നമ്മൾ എന്താ ചെയ്യുന്നത്? ആ പ്ലാൻ പ്രകാരമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ പറയുന്ന ആളുകള്, അതുപോലെ ഡിപ്പാർട്ട്മെന്റുകള്, മറ്റു പ്രവർത്തനങ്ങൾ, അതൊക്കെയാണ് നമ്മുടെ റിസോഴ്സ്. അത്തരം റിസോഴ്സുകളെ എല്ലാം തന്നെ കൃത്യമായ രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് അലോക്കേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഓർഗനൈസിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? ഓക്കെ. ഇനി അപ്പൊ നമ്മൾ പ്ലാനിങ് ആയി, ഓർഗനൈസിംഗ് ആയി. ഇനി നമുക്ക് എന്ത് വേണം? അല്ലെ, പ്ലാൻ എടുത്തു, ഓക്കെ, അതിനുള്ള റിസോഴ്സസ് ഒക്കെ നമ്മൾ കോർഡിനേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് വേണം? സ്റ്റാഫിംഗ് വേണം. ഇതെല്ലാം ചെയ്യാനായിട്ട് അനുയോജ്യമായിട്ടുള്ള ജീവനക്കാർ വേണ്ടേ നമുക്ക്? അതാണ് അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റാഫിംഗ്. എന്താണ് സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാല്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ദ റൈറ്റ് വർക്കർ വിത്ത് ദ ആപ്റ്റ് ക്വാളിഫിക്കേഷൻസ് or experience and recruiting them to fill a job position or a role. എന്താണ് പറയുന്നത്? സ്റ്റാഫിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഏറ്റവും അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ ആപ്റ്റ് ആയിട്ടുള്ള യോഗ്യതകളുള്ളവരും അനുഭവ സമ്പത്തുമുള്ള ആളുകൾ തൊഴിലാളികൾ എന്താണ് അവരെ കണ്ടെത്തിയിട്ട് നമ്മളൊരു ജോലി ചെയ്യുന്നതിന് അങ്ങനെ ഒരു പൊസിഷന് വേണ്ടിയിട്ട് പൊസിഷനിലേക്ക് ഇരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? സ്റ്റാഫിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. അതായത് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആപ്റ്റ് യോഗ്യതയുള്ള ആളുകളായിരിക്കും, അത്യാവശ്യം അനുഭവ സമ്പത്ത്, ആ ഒരു പൊസിഷൻ ഹാൻഡിൽ ചെയ്യാൻ പാകത്തില് ആ ഒരു അനുഭവ സമ്പത്തുള്ള ആളുകളെ കണ്ടെത്തിയിട്ട് അവരെ ആ ഒരു പൊസിഷനിലോട്ട് ആ ഒരു റോളിലോട്ട് നമ്മൾ എന്താണ് റിക്രൂട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് സ്റ്റാഫിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3 സ്റ്റെപ്പ് ക്ലിയർ ആയില്ലേ? പ്ലാനിങ് എന്താണ്, ഓർഗനൈസിങ് എന്താണ്, സ്റ്റാഫിംഗ് എന്താണ്. ഇനി അടുത്ത എന്താണ്? ഡി എന്താണ്? ഡയറക്റ്റിംഗ്. ഡയറക്റ്റിംഗ് എന്താണ്? അവരെ നമ്മൾ ഇനി അപ്പൊ നമ്മുടെ കയ്യിൽ പ്ലാനായി, കാര്യങ്ങളൊക്കെ റിസോഴ്സസ് ഒക്കെ സംഘടിപ്പിച്ചു, അതിനെ പറ്റി ജീവനക്കാരെ നമ്മൾ റിക്രൂട്ട് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ഇതെല്ലാം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യണം? അവരെ ഡയറക്റ്റ് ചെയ്യണം അല്ലെ? കൃത്യമായിട്ട് നമ്മൾ ഇനി എന്ത് ചെയ്യണം? അവരെ ഡയറക്റ്റ് ചെയ്ത് ആ ഒരു ഡിസൈഡ് ഗോളിന് വേണ്ടിയിട്ട് നമ്മൾ അവരെ ഒരു എന്താ പറയുക ഗൈഡ് ചെയ്ത് അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്ത് അവരെ കൊണ്ടുപോകണം. അതാണ് അവിടെ ഡയറക്റ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. Directing is a process in which the managers direct, guide and oversee the performance of the workers to attain the goals already determined. അപ്പൊ ഓൾറെഡി എന്താണ് വെച്ചിട്ടുള്ള ആ ഒരു ഡിസൈഡ് ഗോൾസ് അറ്റൈൻ ചെയ്യുന്നതിന്, ലക്ഷ്യങ്ങൾ അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ജീവനക്കാരെ അല്ലെ, വർക്കേഴ്സിന്, തൊഴിലാളികളെ അവരെന്ത് ചെയ്യാണ്? മാനേജർമാരാണ് ചെയ്യുന്നത് അല്ലെ? മാനേജർമാർ അവരെ ഡയറക്റ്റ് ചെയ്യുന്നു, അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്നു, അതുപോലെ അവരുടെ പ്രകടനത്തിന് എന്താണ് സൂപ്പർവൈസ് ചെയ്യുന്നു അല്ലെ, നേതൃത്വം വഹിക്കുന്ന ഒരു പ്രോസസ്സാണ് ഇത് ഡയറക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചൊരു കാര്യമാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഹെൽത്ത് കെയർ മാനേജർമാരെ, എക്സിക്യൂട്ടീവുകളൊക്കെ ഉൾപ്പെടുന്നതാണ് അഡ്മിനിസ്ട്രേറ്റർ. ആ മാനേജർമാരാണ് ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഡയറക്ഷൻസ് കൊടുക്കുന്നത്. ഓക്കെ, ആ ഒരു ഗോൾ അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ ആ ഒരു ജീവനക്കാരെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്ത് അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് അവരുടെ പെർഫോമൻസിനെ വിലയിരുത്തി അല്ലെ, അതിനൊക്കെ സൂപ്പർവൈസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ആ ഒരു പ്രക്രിയയാണ് ഡയറക്റ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നോക്കൂ, ഡയറക്റ്റിംഗ് ഷുഡ് ബി ദ ഹാർട്ട് ഓഫ് ദ മാനേജ്മെന്റ് പ്രോസസ്. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. എന്താണ് ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാല്? ഇറ്റ് ഷുഡ് ബി ദ ഹാർട്ട് ഓഫ് ദ മാനേജ്മെന്റ് പ്രോസസ്. ആ ഒരു മാനേജ്മെന്റ് പ്രോസസ്സിന്റെ ഏറ്റവും ഒരു ഹൃദയം എന്നൊക്കെ നമുക്ക് എന്തെങ്കിലും വിശേഷിപ്പിക്കാം? ഡയറക്റ്റിംഗിനെ വിശേഷിപ്പിക്കാം. അത് ശരിയല്ലെന്ന് ഓർത്ത് കഴിഞ്ഞാല് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് ജസ്റ്റ് ഒരു തിങ്കിങ് ആണ്. ഓർഗനൈസ് ചെയ്യുന്ന നമ്മൾ റിസോഴ്സസ് ഒക്കെ കളക്ട് ചെയ്ത് വെച്ചു, പിന്നെ അതിനെ പറ്റിയ ആപ്റ്റ് ആയിട്ടുള്ള സ്റ്റാഫുകളെ കണ്ടെത്തി. അതുവരെയുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് മാത്രമേ ചെയ്തുള്ളൂ, ഒന്നും പ്രവർത്തിക്കുന്നില്ല. എല്ലാം റോ മെറ്റീരിയൽസ് നമ്മൾ സംഘടിപ്പിച്ചു, പക്ഷെ എല്ലാ മെറ്റീരിയൽസ് കയ്യിലുണ്ടായിട്ട് കാര്യമില്ല അല്ലെ. നല്ല രീതിയിൽ ആ ഒരു പ്രവർത്തനം നടക്കണം. ആ പ്രവർത്തനം നടക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ലക്ഷ്യം അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പ്രവർത്തനം നടക്കുന്നതിന്റെ ഏത് സ്റ്റെപ്പിലാണ്? ഡയറക്റ്റിംഗിലാണ് അല്ലെ. അപ്പോഴാണ് ഈ പറയുന്ന ആളുകളും ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് ഡയറക്റ്റിംഗിലാണ്. അതുകൊണ്ടാണ് ഡയറക്റ്റിംഗ് ഇസ് ദ ഹാർട്ട് ഓഫ് ദ മാനേജ്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് നെക്സ്റ്റ് ആണ് കോർഡിനേറ്റിംഗ്. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ.
ക്ലിയർ ആവുന്നുണ്ടെന്നുള്ള ഇതിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിക്കാം കേട്ടോ. ഓക്കെ, അടുത്തതാണ് കോർഡിനേറ്റിംഗ്. പേര് പോലെ തന്നെ നമുക്കറിയാം കോർഡിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഏകോപിപ്പിക്കുക അല്ലെ. പിന്നെ എന്ത് ചെയ്യണം? ഓരോ ഡിപ്പാർട്ട്മെന്റുകളെ പരസ്പരം ഏകോപിപ്പിച്ച് നല്ല സഹകരിച്ച് പ്രവർത്തിക്കണം. അതാണല്ലോ ഈ അടുത്ത സ്റ്റെപ്പ് നമുക്ക് വേണ്ടത്. സോ നമുക്ക് വായിക്കാം. കോർഡിനേറ്റിംഗ് ഈസ് ദ യൂണിഫിക്കേഷൻ, ഇന്റഗ്രേഷൻ, പിന്നെ എന്താണ്? സിൻക്രണൈസേഷൻ ഓഫ് ദ എഫർട്സ് ഓഫ് ഗ്രൂപ്പ് മെമ്പേഴ്സ് so as to give unity of action in the pursuit of common goals. എന്താണ് അവിടെ പറയുന്നത്? എന്താണ് കോർഡിനേഷൻ? യൂണിഫിക്കേഷൻ. അതിന്റെ പല വാക്കുകളാണ് മാത്രം. അതായത് ഒരു ഏകീകരണത്തോടും സംയോജനത്തോടും സിൻക്രണൈസേഷൻ ഏകോപനത്തോടും കൂടിയുള്ള ആ ജീവനക്കാരുടെ എന്താ പറയാ പ്രവർത്തനം, അവരുടെ ആ ഒരു എഫർട്ട് അല്ല, ആ ഒരു പ്രയത്നമാണ് എന്ത് കോർഡിനേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഒരു പൊതുവായിട്ടുള്ള ലക്ഷ്യം നേടുന്നതിനുള്ള ഐക്യം നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. ഒരാൾ ചെയ്യുന്ന കാര്യം അല്ലെ, ഒരാളല്ല അവിടെ ചെയ്യേണ്ടത്, എല്ലാവരും നല്ല ഒത്തൊരുമിച്ച് ഐക്യത്തോടു കൂടി പെരുമാറുമ്പോഴല്ലേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ അല്ലെ. നമ്മൾ പണ്ടത്തെ ഒരു ചൊല്ലിട്ടില്ല, ഐക്യമത്യം അവലെന്ന് കേട്ടിട്ടില്ലേ? എല്ലാവരും നല്ല ഐക്യത്തോടു കൂടി ഇരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ലക്ഷ്യം നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും. അതാണ് അവിടെ പറയുന്നത്. ഏകോപനത്തോടും എന്താ പറയാ സംയോജനത്തോടു കൂടി ഉള്ള ആ ഒരു മെമ്പേഴ്സിന്, ആ ഒരു വർക്കേഴ്സിന് ആ ഒരു എഫർട്ട്, ആ ഒരു പ്രയത്നം, അതാണ് അവിടെ കോർഡിനേഷൻ ഉദ്ദേശിക്കുന്നത്. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ഐക്യം നമുക്ക് ഉറപ്പാക്കാനായിട്ട് അതിലൂടെ സാധിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ഭാഗമാണ് റിപ്പോർട്ടിംഗ്. എന്താണ് റിപ്പോർട്ടിംഗ്? എന്താണ് റിപ്പോർട്ടിംഗിൽ ഉദ്ദേശിക്കുന്നത്? റിപ്പോർട്ടിംഗ് മീൻസ് ടു ദ ഫോർമൽ സിസ്റ്റം. അതായത് റിപ്പോർട്ടിംഗ് ഇസ് എ ഫോർമൽ സിസ്റ്റം whereby the relevant needed information is furnished to management with the help of reports continuously. എന്താണ് നമ്മൾ പറയുന്നത്? അതായത് നമ്മൾ ഈ റിപ്പോർട്ടുകളുടെ സഹായത്തോടെ വിവരങ്ങളെല്ലാം ശേഖരിച്ച് ഈ തുടർച്ചയായിട്ടുള്ള ആ ഒരു റിപ്പോർട്ടുകളുടെ സഹായത്തോടെ അതിന്റെ ഇൻഫർമേഷൻ, നമുക്ക് ലഭിക്കുന്ന ഇൻഫർമേഷൻസുകള് അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും എന്ത് ചെയ്യാണ്? തുടർച്ചയായിട്ടുള്ള റിപ്പോർട്ടുകളുടെ സഹായത്തോടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മാനേജ്മെന്റിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളൊരു കാര്യം, അവിടുത്തെ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ അതിന് കിട്ടി. ഈ ഇൻഫർമേഷൻ നമ്മൾ മാനേജ്മെന്റിന്റെ അടുത്ത് പോയിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പറയുകയാണോ ചെയ്യുന്നത്? അല്ല, നമ്മൾ എല്ലാം ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അതൊക്കെ റിപ്പോർട്ട് ചെയ്ത് വയ്ക്കും അല്ലെ. കൃത്യമായിട്ട് ഓരോ കാര്യം നമ്മൾ ചെയ്താൽ റിപ്പോർട്ട് തയ്യാറാക്കി റിപ്പോർട്ടായിട്ടാണ് നമ്മൾ ആർക്ക് കൊടുക്കുന്നത്? മാനേജ്മെന്റിന് വിവരങ്ങൾ നമ്മൾ കൊടുക്കുന്നത് അല്ലെ. അതാണ് ഇവിടെ പറയുന്നത്. തുടർച്ചയായിട്ടുള്ള റിപ്പോർട്ടുകളുടെ സഹായത്തോടെ നമ്മൾ ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ എന്ത് ചെയ്യാണ്? മാനേജ്മെന്റിന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണെങ്കിൽ മാനേജ്മെന്റിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യാണ്. അപ്പൊ മാനേജ്മെന്റിന് ഈ ഒരു റിപ്പോർട്ട് വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അവരുടെ പ്രോഗ്രസ് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങൾ ഇംപ്രൂവ് ചെയ്യാനുണ്ട്, എന്തൊക്കെ മാറ്റങ്ങൾ അവിടെ വരുത്താനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ആ റിപ്പോർട്ടുകളിലൂടെ അവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതായത് നമ്മൾ ഇവിടെ നടക്കുന്ന ഇൻഫർമേഷൻ ചുമ്മാ അവിടെ പോയി പറയുകയല്ല ചെയ്യുന്നത്. റിപ്പോർട്ടുകളുടെ സഹായത്തോടു കൂടിയിട്ടാണ് ആ ഒരു ഇൻഫർമേഷനെ നമ്മൾ മാനേജ്മെന്റിന്റെ മുമ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. റിപ്പോർട്ടിംഗ് അതുകൊണ്ട് ആ ഒരു അർത്ഥത്തിൽ എന്താണ്? ഇറ്റ് ഈസ് എ ഫോർമൽ സിസ്റ്റം. അതൊരു ഔപചാരിക സംബന്ധിച്ച് ഫോർമലായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ. കറക്റ്റ് ആയിട്ട് റിപ്പോർട്ട് ഒക്കെ ചെയ്ത് നമ്മൾ കൊടുക്കാൻ പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫോർമൽ സിസ്റ്റം ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ റിപ്പോർട്ട് ഈസ് ദ എസെൻസ് ഓഫ് എനി മാനേജ്മെന്റ് റിപ്പോർട്ടിംഗ് സിസ്റ്റം. ഏതൊരു എന്താ പറയാ മാനേജ്മെന്റ് റിപ്പോർട്ടിംഗ് സിസ്റ്റത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. റിപ്പോർട്ട്സ് പ്രൊവൈഡ് the means of checking the performance. ഈ റിപ്പോർട്ട്സ് എന്തിനെ സഹായിക്കുന്നുണ്ട്? ആ ഒരു പെർഫോമൻസ്, അവരുടെ ആ ഒരു പ്രകടനത്തിനെ പരിശോധിക്കുന്നതിനുള്ള എന്താണ് അവസരം, അല്ലെങ്കിൽ പരിശോധിക്കുന്നതിന് എന്ത് സഹായിക്കുന്നുണ്ട്? റിപ്പോർട്ടുകൾ സഹായിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ റിപ്പോർട്ട് മാനേജ്മെന്റിന് കൊടുക്കുമ്പോൾ ആ മാനേജ്മെന്റിന് ആ റിപ്പോർട്ട് വായിക്കുമ്പോൾ അല്ലെങ്കിൽ റിപ്പോർട്ടിലൂടെ മാനേജ്മെന്റിന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു ഹോസ്പിറ്റലിന്റെ പ്രോഗ്രസ്സും മറ്റുള്ള ഡ്രോബാക്സും ഇംപ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്നൊക്കെ മാനേജ്മെന്റിന് മനസ്സിലാവും. അപ്പൊ ആ ഒരു രീതിയിൽ അവിടുത്തെ പെർഫോമൻസ് വിലയിരുത്താനായിട്ട് പരിശോധിക്കാനായിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്? റിപ്പോർട്ടുകൾ സഹായിക്കുന്നുണ്ട്. സെൽഫ് എക്സാമിൻ, അതെ, റിപ്പോർട്ടുകളുടെ സഹായത്തോടെ ഒരു സെൽഫ് എക്സാമിൻ ചെയ്യാനായിട്ട് സഹായിക്കും. കറക്റ്റ് ആണ് കേട്ടോ. അടുത്തതാണ് എന്ത്? ബഡ്ജറ്റിംഗ് അല്ലെ. ബഡ്ജറ്റിംഗ് എന്താണ്? ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാല് ബഡ്ജറ്റിംഗ് ഈസ് the process of designing a plan to spend the money
അല്ലെ. അതായത് പണം ചെലവഴിക്കുന്നതിനുള്ള അതെ മതി. പണം ചെലവഴിക്കുന്നതിനുള്ള ആ ഒരു എന്താ പറയാ പ്ലാൻ അല്ലെ, ആ ഒരു പ്ലാൻ രൂപകൽപ്പന ചെയ്യുന്ന ആ ഒരു പ്രക്രിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബഡ്ജറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് പണം ചെലവഴിക്കുന്നതിനുള്ള ആ ഒരു പ്ലാൻ തയ്യാറാക്കുന്ന ആ ഒരു പ്രോസസ്സ്, അതിനെയാണ് നമ്മൾ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതിനർത്ഥം വേറെ രീതിയിൽ എടുക്കരുത്. ഇപ്പൊ പണം ചെലവഴിക്കുക എന്ന് പറയുമ്പോൾ ഇഷ്ടംപോലെ പണം ഉണ്ട്, അതെങ്ങനെയൊക്കെ ചെലവഴിക്കണം എന്നുള്ള ഇതല്ല. ഒരു പണം ചെലവഴിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഈസി ആയിട്ട് പറ്റുന്ന കാര്യമാണ് അല്ലെ. പണം സമ്പാദിക്കുന്നതിനേക്കാളും എളുപ്പമാണ് പണം ചെലവഴിക്കുക എന്ന് പറയുന്നത്. ഇവിടെ പക്ഷെ ആ ഒരു അർത്ഥത്തിലല്ല, ആ ഒരു ഓർഗനൈസേഷന് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിലനിർത്തിക്കൊണ്ട്, ഓക്കെ, അവരുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിലനിർത്തിക്കൊണ്ട് എന്ത് ചെയ്യണം, പണം ചെലവഴിക്കണം. പക്ഷെ ആ ഒരു സ്ഥാപനത്തിന് ഒരിക്കലും നഷ്ടം വരാൻ പാടില്ല അല്ലെ. ആ ഒരു രീതിയിൽ പണം എങ്ങനെ ചെലവഴിക്കണം, ഓക്കെ, അതിനുള്ളൊരു പ്ലാന് രൂപകൽപ്പന ചെയ്യുന്ന ആ ഒരു തയ്യാറാക്കുന്ന ആ ഒരു പ്ലാൻ തയ്യാറാക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അത് തന്നെ ഹൗ വെൻ ഓർ വാട്ട്, ഓക്കെ, ഗുഡ് പ്ലാനിങ്. അതെ, നോക്കൂ, ദിസ് സ്പെൻഡിങ് പ്ലാൻ ഇസ് കോൾഡ് എ ബഡ്ജറ്റ്. ആ ഒരു പ്രോസസ്സിന് ബഡ്ജറ്റിംഗ് എന്ന് പറയും. നമ്മൾ അതിനു വേണ്ടി തയ്യാറാക്കുന്ന പ്ലാൻ ഉണ്ടല്ലോ, സ്പെൻഡിങ് പ്ലാൻ, അതിനെയാണ് നമ്മൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത് കേട്ടോ, ബഡ്ജറ്റ് എന്നാണ് പറയുക. ഇനി നോക്കാം, മേക്കിംഗ് ദ സ്പെൻഡിങ് പ്ലാൻ allows you to decide in advance whether you will have enough money to do the things you require to do or would like to do. എന്താണ് അവിടെ പറയുന്നത്? അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സ്പെൻഡിങ് പ്ലാൻ തയ്യാറാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മൾക്ക് ഡിസൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നടത്താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് എത്രത്തോളം പണം ഉണ്ടാകും, അല്ലെങ്കിൽ എത്രത്തോളം പണം വേണ്ടി വരും, പണം തികയോ ഇല്ലയോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഈ ഒരു ബഡ്ജറ്റിംഗ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നോട് പറഞ്ഞേക്കുന്നത് കേട്ടോ. ബഡ്ജറ്റിംഗ് ഈസ് മിയർലി ബാലൻസിങ് എക്സ്പെൻസസ് വിത്ത് ഇൻകം. എന്താണ് ബഡ്ജറ്റിംഗ് ഈസ് മിയർലി ബാലൻസിങ് എക്സ്പെൻസസ് വിത്ത് ഇൻകം. ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? അതായത് നമ്മളുടെ വരുമാനത്തിന് ചെലവുകളുമായിട്ട് സന്തുലിതമാക്കുക, ജസ്റ്റ് ആ ഒരു വരുമാനം ചെലവും തമ്മിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക, അതാണ് എന്ത് ബഡ്ജറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയുമാണ് നമ്മുടെ അഡ്മിനിസ്ട്രേഷന്റെ എലമെന്റ്സ് ആയിട്ട് വരുന്നത്. പോസ്റ്റ് കോർപ്പെന്ന് നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് തിങ്കിങ് ആണ് അല്ലെ. ആ ഒരു ഡിസൈഡ് ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങൾ വേണം എന്നതിനെ കുറിച്ച് തിങ്ക് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് പ്ലാനിങ്. ഓക്കെ, രണ്ടാമത്തെ നമ്മൾ എന്താ പറഞ്ഞ, ഓർഗനൈസിങ്. അതായത് ആ പ്ലാൻ നടത്തുന്നതിന് വേണ്ടിയിട്ട്, എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ലഭ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സുകളും അതെന്നെ കോർഡിനേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ഓർഗനൈസിങ്. പിന്നെ സ്റ്റാഫിംഗിൽ എന്താ ചെയ്യുന്നത്? ഏറ്റവും എന്താ പറയാ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷനും അനുഭവ സമ്പത്തും ഉള്ള ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സ്റ്റാഫിംഗ് പറയുന്നത്. ഡയറക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? യെസ്, ഇവര് നല്ല രീതിയിൽ മാനേജർമാര് ഇവരുടെ ഈ പറയുന്ന ആൾക്കാരൊക്കെ സംഘടിപ്പിച്ചിട്ട് ഏറ്റവും നല്ല രീതിയിൽ അവരെ ഡയറക്റ്റ് ചെയ്ത് അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് അവരുടെ ആ ഒരു പെർഫോമൻസിന് നേതൃത്വം വഹിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഡയറക്റ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു മാനേജ്മെന്റ് പ്രോസസ്സിന്റെ ഹാർട്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. വെച്ചാൽ അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ കോർഡിനേറ്റിംഗ് ആണ്. അതെന്താണ്? എല്ലാവരും നല്ല യൂണിഫിക്കേഷനോടുകൂടി അല്ലെ, അതായത് വളരെ ഏകോപനത്തോടും വളരെ ഏകീകരണത്തോടും സംയോജനത്തോടും കൂടി ആ ഒരു ഗ്രൂപ്പ് മെമ്പേഴ്സ് എടുക്കുന്ന ആ ഒരു എഫർട്ടിനെയാണ് അവിടെ കോർഡിനേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ കോർഡിനേഷൻ ഉണ്ടായി കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ലക്ഷ്യം അച്ചീവ് ചെയ്യാനുള്ള ഒരു ഐക്യം നമുക്ക് ഉറപ്പാക്കാനായിട്ട് സാധിക്കും. പിന്നെ പറഞ്ഞു റിപ്പോർട്ടിങ്. റിപ്പോർട്ടിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഫോർമൽ സിസ്റ്റമാണ് ശരിക്കും പറഞ്ഞാൽ, ഔപചാരികമായിട്ട് തന്നെ പറയാം. കാര്യം എന്താന്ന് വെച്ചാല് ആവശ്യമായിട്ടുള്ള വിവരങ്ങള് നമ്മൾ റിപ്പോർട്ടുകളുടെ സഹായത്തോടു കൂടിയാണ് മാനേജ്മെന്റിന് മുന്നിൽ സമർപ്പിക്കുന്നത്. അപ്പൊ മാനേജ്മെന്റിന് ഈ റിപ്പോർട്ട് നോക്കുമ്പോൾ അവർക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ ഒരു റിപ്പോർട്ടിലൂടെ ആ ഒരു സ്ഥാപനത്തിനെ പ്രകടനം പരിശോധിക്കാനായിട്ട് സഹായിക്കും, ഈ റിപ്പോർട്ടുകൾ സഹായിക്കും. ഓക്കെ, പിന്നെ പറഞ്ഞത് ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത്? ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് അല്ലെ. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന് ഒരു കാരണവശാലും നിലനിൽക്കാനായിട്ട് സാധിക്കുന്നത്. ഏത് സ്ഥാപനമായാലും അങ്ങനെ തന്നെയാണ് അല്ലെ. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫാക്ടറാണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് അല്ലെ. പണം ചെലവഴിക്കുന്നതിനുള്ള ഒരു പ്ലാൻ തയ്യാറാക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ആ തയ്യാറാക്കുന്ന പ്ലാനിനെ നമ്മൾ ബഡ്ജറ്റ് എന്നാണ് പറയുക കേട്ടോ. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും. ബഡ്ജറ്റിംഗ് ഈസ് മിയർലി എന്താണ്? ബാലൻസിങ് എക്സ്പെൻസസ് വിത്ത് ദ ഇൻകം. ഓക്കെ, ഈ എത്ര പോയിന്റ് ഉണ്ട് അതിനകത്ത്? 1, 2, 3, 4, 5, 6, 7 അല്ലെ. 7 പോയിന്റ്, 7 എലമെന്റ്സ് ആണ്. ആ 7 എലമെന്റ്സും
വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മനസ്സിലായോ പറഞ്ഞത്? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ ഒന്ന് 2 മിനിറ്റ് ഒന്ന് വായിച്ചേ നിങ്ങള്. ഇത് ഈ പറഞ്ഞ എടുത്ത് വരെ ഒന്ന് 2 മിനിറ്റ് ഒന്ന് ജസ്റ്റ് വായിക്കട്ടോ. ഞാനൊന്ന് കുറച്ച് വെള്ളം കുടിക്കട്ടെ. മനസ്സിലായില്ലേ? വായിച്ചു നോക്കിയില്ലേ നിങ്ങള്? ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ഭാഗത്തോട്ട് ജസ്റ്റ് ഒന്ന് പോകാം കേട്ടോ. അപ്പൊ നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ എന്ന വാക്കിന്റെ ഒറിജിനേഷൻ നമ്മൾ പഠിച്ചു, 2 ഡെഫിനിഷൻസ് നമ്മൾ മനസ്സിലാക്കി. പിന്നെ അഡ്മിനിസ്ട്രേഷൻ എന്താണെന്നുള്ളതിനെ കുറിച്ച്, അഡ്മിനിസ്ട്രേറ്റർമാർ ആരാണ്, അവർക്ക് എത്രത്തോളം പങ്കുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ ഒരു ജനറൽ ഐഡിയ നമുക്ക് കിട്ടി. അതുപോലെ അഡ്മിനിസ്ട്രേഷനിൽ വരുന്ന എലമെന്റ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ് ആണ്. അതായത് ഒരു അഡ്മിനിസ്ട്രേഷന് എന്തൊക്കെ റോളുകളിലാണ് അവര് പെർഫോം ചെയ്യുന്നത്, എന്തൊക്കെ റോളുകളാണ് അവർ ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ് എന്തൊക്കെ റോളുകളാണ്? പ്രധാനമായിട്ട് ഒരു 3 പോയിന്റിലായിട്ട് അവർ ചുരുക്കിയേക്കാണ്. 3 പോയിന്റ് ഇതൊക്കെയാണ്. ഒന്ന് വന്നിട്ട് ഇന്റർ പേഴ്സണൽ റോൾസ് പഠിച്ചു വെക്കണം കേട്ടോ. ഒരു അഡ്മിനിസ്ട്രേഷന് എന്തൊക്കെ റോളുകളാണ് അവർ ചെയ്യുന്നത്, എന്തൊക്കെ റോളാണ് അവർക്ക് ഉള്ളത് എന്നാണ് പറയുന്നത്. ഒന്നാമത്തത് ഇന്റർ പേഴ്സണൽ റോൾസ് ആണ് കേട്ടോ. നമുക്ക് എന്താണ് ഇന്റർ പേഴ്സണൽ റോൾസ്. രണ്ടാമത്തത് എന്താണ്? ഇൻഫർമേഷണൽ റോൾസ്. മൂന്നാമത്തത് ഡിസിഷണൽ റോൾസ്. മനസ്സിലായ 3 പോയിന്റ് ഏതൊക്കെയാണ്? ഇന്റർ പേഴ്സണൽ റോൾസ്, പിന്നെ ഇൻഫർമേഷണൽ റോൾസ്, മൂന്നാമത്തത് ഡിസിഷണൽ റോൾസ്. അങ്ങനെ 3 റോളുകളാണ് പറയുന്നത്. അപ്പൊ ഈ 3 റോൾ എന്താണെന്നും അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ടെന്നാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ റോളിൽ തന്നെ നോക്കാം, ഇന്റർ പേഴ്സണൽ റോൾസ്. അപ്പൊ നമ്മള് ടെർമിനോളജി പഠിച്ചപ്പോ നമ്മൾ ഇന്ററും ഇൻട്രായും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു അല്ലെ. ഇൻട്ര എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? ഇൻട്ര എന്ന് പറയുമ്പോൾ എപ്പോഴും വിത്ത് ഇൻഡ എന്നാണ് കേട്ടോ. വിത്ത് ഇൻഡ നമ്മുടെ ഉള്ളിൽ തന്നെ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഇന്റർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വ്യത്യസ്ത ആളുകൾ തമ്മിൽ, മറ്റുള്ള ആളുകളുമായിട്ട്. അതാണ് ഇന്ററും ഇൻട്രായും തമ്മിലുള്ള വ്യത്യാസം. അന്തരല്ല കേട്ടോ. അന്തരമല്ല ഉദ്ദേശിച്ചത്. ഇൻട്ര എന്ന വാക്ക് കേൾക്കുമ്പോൾ വിത്ത് ഇൻഡ എന്നുള്ളത്, വിത്ത് ഇൻഡ കേട്ടോ, അതിനുള്ളിൽ തന്നെ എന്നുള്ള അർത്ഥമാണ്. ഇന്റർ എന്ന് പറയുമ്പോൾ വ്യത്യസ്ത ആളുകൾ തമ്മിലുള്ള ആ ഒരു ഇതാണ് ഇന്റർ എന്ന വാക്കുകൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നത് കേട്ടോ. ഓക്കെ, അതെ, ഉള്ളിൽ. ഓക്കെ, അതിൽ തന്നെ നമുക്ക് ഊഹിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് പറഞ്ഞത് കേട്ടോ. ഇന്റർ പേഴ്സണൽ റോൾസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതായത് മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലുകളിലും ബന്ധങ്ങളിലുമൊക്കെ ഒരു വ്യക്തി വഹിക്കുന്ന റോളാണ് ഇന്റർ പേഴ്സണൽ റോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതന്നെ പുറത്തുള്ളത് കേട്ടോ. അതായത് മറ്റുള്ളവരുമായിട്ട്, അപ്പൊ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലുകളിലും അവരുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിലും ഒരു വ്യക്തി, നമ്മുടെ ഇവിടെ വ്യക്തി എന്ന് ഉദ്ദേശിക്കുന്ന ആരാണ്? നമ്മുടെ ആ ഒരു അഡ്മിനിസ്ട്രേഷൻ വിഭാഗമാണ് കേട്ടോ. ആ ഒരു അഡ്മിനിസ്ട്രേഷൻ വിഭാഗം, അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ആ ഒരു വ്യക്തി വഹിക്കുന്ന വിവിധ റോളുകളാണ് ഇന്റർ പേഴ്സണൽ റോൾസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ക്ലിയർ ആയോ പറഞ്ഞത്? ഇന്റർപേഴ്സണൽ റോൾസ് എന്താണ് എന്നോട് പറയാം. മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലുകളില് അല്ലെങ്കിൽ അവരുമായിട്ടുള്ള എന്താ പറയാ ബന്ധങ്ങളിലൊക്കെ ഒരു വ്യക്തി വഹിക്കേണ്ട ചില റോളുകളാണ് ഇന്റർപേഴ്സണൽ. അപ്പൊ എന്തൊക്കെ റോളുകളാണ് അതിനകത്ത് വരുന്നത്? ഒന്നാമത്തെ പോയിന്റ് ഫിഗർ ഹെഡ്. എന്താണ് ഇന്റർപേഴ്സണൽ റോൾസിൽ വരുന്ന ഒരു റോളാണ് ഫിഗർ ഹെഡ്. ഫിഗർ ഹെഡ് എന്നൊക്കെ പറയുന്നത്, ഹെഡ് എന്ന് പറയുന്നത് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. ഹെഡ് എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? ആ ഒരു സംഘടനയുടെ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് അല്ലെ, ഒരു പ്രതീകമായിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ ഒരു ഹെഡ് അല്ലെ, ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു റോളാണത് ഫിഗർ ഹെഡ് എന്ന് പറഞ്ഞാൽ. അതന്നെ മെയിൻ പേഴ്സൺ, തലവൻ. അതന്നെ കറക്റ്റ് ആണ് കേട്ടോ. അങ്ങനെ ഒരു മെയിൻ ആളായിട്ട് പ്രവർത്തിക്കുക, അതാണ് ഫിഗർ ഹെഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് എന്താണ്? ലീഡർ റോളാണ് അല്ലെ. ഇപ്പൊ ലീഡർ, ഇപ്പൊ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഉണ്ടാവില്ലേ ഒരു ലീഡർ ഉണ്ടായിരിക്കും, നിങ്ങളെ റെപ്രസെന്റ് ഒരു ലീഡർ ഉണ്ടായിരിക്കും. അപ്പൊ എവിടെ ഉണ്ടായിരിക്കും ഒരു ലീഡർ ഉണ്ടായിരിക്കും. ലീഡർ എന്താ ചെയ്യുന്നത്? ലീഡർ റോൾ എന്താ ചെയ്യുന്നത്? യെസ്, അതായത് മറ്റുള്ളവരെ നമ്മള് എന്ത് ചെയ്യാണ്? പ്രചോദിപ്പിക്കുകയാണ് അല്ലെ. മറ്റുള്ളവരെ നമ്മൾ പ്രചോദിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ നമ്മൾ സ്വാധീനിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുക അല്ലെ. അവരെ മുന്നോട്ട്, അവര് കൂടുതൽ നല്ലത് ചെയ്യാനായിട്ട് പ്രൊമോട്ട് ചെയ്യുക. അതല്ലേ ഒരു ലീഡർ ചെയ്യുന്നത്. അത് തന്നെ അതാണ് ആ ഒരു റോൾ കേട്ടോ. അടുത്തതാണ് എന്ത്? ലെയ്സൺ.
ലെയ്സൺ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ബന്ധം എന്നുള്ള അർത്ഥമാണ് കേട്ടോ, ബന്ധം. അതായത് ഇപ്പൊ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിക്കുകയാണെങ്കിൽ അവർക്ക് പല ആളുകളുമായിട്ട് ബന്ധം വരുന്നത്. അപ്പൊ അവിടെ വരുന്ന കസ്റ്റമേഴ്സിന്റെ സെൻസ് പേഷ്യൻസ്, അതാണല്ലോ അവിടുത്തെ കസ്റ്റമേഴ്സ്. അപ്പൊ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ മറ്റുള്ള സപ്ലയേഴ്സ് അല്ലെ, വിതരണക്കാരുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പൊ ആ ഒരു എന്താ പറയാ, ആ ഒരു ഓർഗനൈസേഷനിൽ തന്നെ പാർട്ട്നേഴ്സ് ഉണ്ടായിരിക്കാം. ഒരാളൊന്നും നടത്തുന്ന സ്ഥാപനം ആവണമെന്നില്ലല്ലോ, ചിലപ്പോൾ പല ആൾക്കാരുടെയും പാർട്ട്ണർഷിപ്പ് അതിനകത്ത് ഉണ്ടായിരിക്കാം. അപ്പൊ ആ ഒരു പങ്കാളികൾ അല്ലെ, പാർട്ട്നേഴ്സുമായിട്ടുള്ള ആ ഒരു ബന്ധം, നല്ലൊരു ബന്ധം സ്ഥാപിക്കലും അതുപോലെ തന്നെ അത് നല്ല രീതിയിൽ ആ ബന്ധം പരിപാലിക്കുകയും ചെയ്യുന്ന ഒരു റോളാണ് ലെയ്സൺ എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം ഏതിനകത്ത് വരുന്നതാണ്? ഇന്റർപേഴ്സണൽ റോൾസിനകത്ത് വരുന്നതാണ്. ഇന്റർപേഴ്സണൽ റോൾ എന്ന് പറഞ്ഞാല് മറ്റുള്ളവരുമായിട്ടുള്ള ഇടപാടുകളിലും ബന്ധങ്ങളിലും ഒരു വ്യക്തി വഹിക്കേണ്ട ചില റോളുകളാണ്. എന്തൊക്കെ റോളുകളാണ്? ഫിഗർ ഹെഡ് റോൾ ഉണ്ട്, അതായത് ആ ഒരു ഓർഗനൈസേഷന്റെ ഒരു തലവൻ അല്ലെ, നിങ്ങൾ പറഞ്ഞ പോലെ ഒരു തലവൻ അല്ലെങ്കിൽ ഒരു ഹെഡ് എന്നുള്ള രീതിയിൽ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് പ്രവർത്തിക്കും. ലീഡർ എന്താണ്? മറ്റുള്ള ആളുകളെ പ്രചോദിപ്പിക്കുക, അതുപോലെ തന്നെ അവരെ നല്ല രീതിയിൽ സ്വാധീനിക്കാം. സ്വാധീനം രണ്ടു തരത്തിലും ചെയ്യാലോ, മോശമായിട്ട് സ്വാധീനിക്കാം, നല്ലതായിട്ട് സ്വാധീനിക്കാം. നമുക്ക് വേണ്ടത് നല്ലതാണ്, നല്ലതായിട്ട് സ്വാധീനിക്കാം. ലെയ്സൺ എന്ന് പറഞ്ഞാൽ തന്നെ ബന്ധങ്ങളാണ്. അതായത് ആ ഒരു ഓർഗനൈസേഷനുമായിട്ട് ബന്ധം വരുന്ന കസ്റ്റമേഴ്സ്, മറ്റ് സപ്ലയേഴ്സ്, അതുപോലെ തന്നെ മറ്റ് പാർട്ട്നേഴ്സ്, അവരുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിച്ചാൽ മാത്രം പോരാ, അത് നല്ല രീതിയിൽ പരിപാലിക്കുകയും വേണം. അങ്ങനെ ഒരു റോള് ആർക്കുണ്ട്? ഈ പറയുന്ന അഡ്മിനിസ്ട്രേഷനുണ്ട്. മനസ്സിലായല്ലോ? ഇന്റർപേഴ്സണൽ റോൾസ്. രണ്ടാമത്തേതാണ് എന്ത്? ഇൻഫർമേഷണൽ റോൾസ്. ഇതാണ് ഇൻഫർമേഷണൽ റോൾസ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇൻഫർമേഷൻ അതായത് വിവരങ്ങൾ കറക്റ്റ് ആയിട്ട് ശേഖരിക്കുക, അത്തരം വിവരങ്ങൾ നമ്മൾ കൃത്യമായിട്ട് വിലയിരുത്തുക അല്ലെ, അനലൈസ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യുക അല്ലെ, വ്യാപിപ്പിക്കുക, സ്പ്രെഡ് ചെയ്യുക. പിന്നെന്താ പറയാ, അതിനെ ബേസ് ചെയ്തുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കുക, അതുപോലെ മീറ്റിങ്ങുകൾ നടത്തുക. അതൊക്കെ എന്തിനകത്ത് വരുന്നതാണ്? ഇൻഫർമേഷണൽ റോൾസിനകത്ത് വരുന്നതാണ്. അതിന് വരുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് മോണിറ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? മോണിറ്റർ തന്നെ പാസിംഗ് ഇൻഫർമേഷൻ. മോണിറ്റർ ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? വിവരങ്ങൾ ഗ്യാദർ ചെയ്യുക അല്ലെ, വിവരങ്ങൾ ശേഖരിച്ചിട്ട് അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? വിലയിരുത്തുക, അനലൈസ് ചെയ്യുക. അതാണ് മോണിറ്റർ കേട്ടോ. ഡിസെമിനേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും ഡിസെമിനേറ്റർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വിതരണക്കാരൻ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഡിസെമിനേറ്റർ എന്ന് പറഞ്ഞാൽ വിതരണക്കാരൻ എന്നൊക്കെയുള്ളൊരു മീനിങ് ആണ്. വിതരണം ചെയ്യുക എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പൊ ഡിസെമിനേറ്റർ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ഈ കിട്ടിയ വിവരങ്ങള് എന്ത് ചെയ്യാ? വ്യാപിപ്പിക്കുക അല്ലെ. നല്ല വിവരങ്ങള് അതിന്റെ പബ്ലിക്കിലേക്കാണെങ്കിൽ പബ്ലിക്കിലേക്ക് എന്ത് ചെയ്യുക? വ്യാപിപ്പിക്കുക. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തത് എന്താണ്? സ്പോക്സ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ഓർഗനൈസേഷന്റെ ഒരു എന്താ പറയുക, ഒരു ഫോർമൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട്, എന്നുവെച്ചാൽ ഒരു ഔദ്യോഗിക പ്രതിനിധിയായിട്ട് എന്ത് ചെയ്യാം? പ്രവർത്തനങ്ങൾ നടത്തുക. ഓക്കെ, അതാണ് സ്പോക്സ് പേഴ്സൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പറഞ്ഞു മനസ്സിലായോ? ഇൻഫർമേഷൻ റോളിൽ എന്തൊക്കെ വരുന്നുണ്ട്? മോണിറ്റർ ചെയ്യണം. മോണിറ്റർ എന്ന് വെച്ചാൽ വിവരങ്ങൾ കൃത്യമായിട്ട് കളക്ട് ചെയ്ത് തന്നെ വിലയിരുത്തണം. പിന്നെ ഡിസെമിനേറ്റ് എന്ന് വെച്ചാൽ കിട്ടിയ വിവരങ്ങളെ വ്യാപിപ്പിക്കണം അല്ലെ, വിതരണം ചെയ്യണം. പിന്നെ സ്പോക്സ് പേഴ്സൺ, ഒരു ഔദ്യോഗിക പ്രതിനിധി എന്നുള്ള രീതിയിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കണം അല്ലെ, പ്രവർത്തിക്കണം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഒരു റോള് മാർക്കുണ്ട് അഡ്മിനിസ്ട്രേഷന് വരുന്നുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് റോളുകളാണ് കേട്ടോ ഈ പറയുന്നത്. അടുത്തതാണ് മൂന്നാമത്തെയാണ് എന്ത്? ഡിസിഷണൽ വക്താവ്. ഓക്കെ, വക്താവ്. ഡിസിഷണൽ റോൾസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അപ്പൊ അതന്നെ തീരുമാനങ്ങൾ എടുക്കുക അല്ലെ. തീരുമാനങ്ങൾ, നല്ല തീരുമാനങ്ങൾ നല്ല സമയത്ത്, കൃത്യമായ സമയത്ത് എടുക്കുന്നതിനും അതുപോലെ തന്നെ പ്രശ്നങ്ങളൊക്കെ കണ്ടെത്തി അല്ലെ, പരിഹാരമൊക്കെ കണ്ടെത്തുന്ന അത്തരം ഒരു റോളാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്, ഡിസിഷണൽ റോൾസ്. അതിനകത്ത് എന്തൊക്കെയാ വരുന്നത്? ഒന്ന് എന്റർപ്രണർ. അതാണ് എന്റർപ്രണർ. നിങ്ങൾ കേട്ടില്ലേ? എന്റർപ്രണർ എന്നൊക്കെ പറയുമ്പോൾ സംരംഭകൻ, പുതിയ ആശയങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവരുന്ന ആളുകളാണ്, സ്റ്റാർട്ടപ്പ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ. അതായത് ഈ ഒരു ഓർഗനൈസേഷനുമായിട്ട് അത് തന്നെ ഗുഡ് ഡിസിഷൻ അറ്റ് ദ റൈറ്റ് ടൈം, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്റർപ്രണർ എന്ന് പറയുമ്പോൾ എന്താണ്? പുതിയ ആശയങ്ങളെ കണ്ടെത്തുക അല്ലെ, പുതിയ ആശയങ്ങളെ കണ്ടെത്തിയിട്ട് അത് നടപ്പിലാക്കുക. ഇതാണ് എന്റർപ്രണർ എന്ന് പറയുന്ന ആ ഒരു റോള്. അതാണ് ഉദ്ദേശിക്കുന്നത്. പുതിയ ആശയങ്ങൾ കൊണ്ടുവരണം, എന്നിട്ട് അത് നല്ല രീതിയിൽ നടപ്പിലാക്കുന്നതിനുള്ള ആ ഒരു റോൾ ചെയ്യണം. പിന്നെ എന്താണ്? ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ അല്ലെ. ഏതൊരു ഓർഗനൈസേഷനായിട്ടും എന്തുണ്ടാവും? അതിന് പല പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെ. തീർച്ചയായിട്ടും പല പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാവും.
അപ്പൊ ആ പ്രശ്നങ്ങളെയൊക്കെ കൃത്യമായിട്ട് കണ്ടെത്തി അതിനുള്ള പരിഹാരം കാണാം. അതാണ് ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെന്താണ് റിസോഴ്സ് അലോക്കേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾക്ക് ആ ഒരു എന്താ പറയാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ആ സംഘടനയുടെ റിസോഴ്സുകൾ അല്ലെ, ലഭ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സുകളും ക്രമീകരിച്ച് കൃത്യമായിട്ട് ആ പ്രവർത്തനങ്ങൾ നടത്തുക. അപ്പൊ അങ്ങനെ ഒരു റോൾ ഉണ്ട് റിസോഴ്സ് അലോക്കേറ്റർ. നമ്മൾ നേരത്തെ ഓർഗനൈസിങ് പറഞ്ഞില്ലേ, അതേ കാര്യം തന്നെയാണ് കേട്ടോ റിസോഴ്സ് അലോക്കേറ്റർ എന്നത് ഉദ്ദേശിക്കുന്നത്. കാര്യങ്ങൾ നടത്താനായിട്ട് ആളുകളെയൊക്കെ സംഘടിപ്പിച്ച് നല്ല രീതിയിൽ അത് ഉപയോഗപ്പെടുത്താം. ഓക്കെ, അപ്പൊ ആ ഒരു റോൾ ഉണ്ട്. പിന്നെന്താണ് നെഗോഷിയേറ്റർ. നെഗോഷിയേറ്റർ എന്നൊക്കെ പറഞ്ഞ ശരിക്കും അർത്ഥം കരാറ് എഴുതാന്നൊക്കെയുള്ളത്. വേറെ ഒന്നല്ല ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഈ ഒരു ഓർഗനൈസേഷന്റെ താല്പര്യങ്ങൾക്കൊക്കെ അനുസരിച്ച് മറ്റു കക്ഷികളുമായിട്ടൊക്കെ ചർച്ച നടത്തി അവരായിട്ടൊക്കെ ഒരു ധാരണയിലെത്തി കരാറ് പങ്കിടാം, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കാം, അങ്ങനെയൊക്കെ ഉള്ള ഒരു റോളാണ് കേട്ടോ നെഗോഷിയേറ്റർ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതാണ് കരാറെന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പറയുന്നത് ആ ഒരു ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവില്ല, അത് മറ്റു കക്ഷികളുമായിട്ട് ചർച്ചയൊക്കെ ചെയ്യാം. പലരുമായിട്ട് ചർച്ച ചെയ്ത് ഒരു ധാരണയിലൊക്കെ എത്തിയിട്ട് കരാറുകൾ പങ്കിടാം. ചില കരാറുകൾ ചെയ്യേണ്ടതായിട്ട് വരും. അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാം. അതുപോലെ തന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്താം. അതൊക്കെയാണ് നെഗോഷിയേറ്റർ എന്നുള്ള ഒരു റോൾ. ഇതൊക്കെ നമ്മൾ പറഞ്ഞെന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് റോളുകളാണ്. ഏതൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് റോൾ എന്ന് പറയുന്നത്? ഒന്ന് ഇന്റർപേഴ്സണൽ റോൾസ് ഉണ്ട്, രണ്ടാമത്തത് ഇൻഫർമേഷണൽ റോൾസ് ഉണ്ട്, മൂന്നാമത്തത് ഡിസിഷണൽ റോൾസ് ഉണ്ട്. ഇന്റർപേഴ്സണൽ റോൾസിൽ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? ഒരു ഫിഗർ ഹെഡ് റോൾ അതിനകത്ത് വരുന്നുണ്ട്, ലീഡർ റോൾ വരുന്നുണ്ട്, ലേസൺ റോൾ വരുന്നുണ്ട് അല്ലെ. ഇൻഫർമേഷൻ റോൾ എന്ന് പറയുമ്പോൾ കിട്ടിയ ഇൻഫർമേഷനെ മോണിറ്റർ ചെയ്യാം, പിന്നെ ഡിസിമിനേറ്റർ, സ്പോക്സ് പേഴ്സൺ, ഇത്രയും റോളുകൾ അതിനകത്ത് വരുന്നുണ്ട്. ഡിസിഷണൽ റോൾസിൽ വരുന്നത് എന്റർപ്രണർ, ഡിസ്റ്റർബൻസ് ഹാൻഡലർ, റിസോഴ്സ് അലോക്കേറ്റർ, നെഗോഷിയേറ്റർ എന്നുള്ള നിലയിലൊക്കെയുള്ള ആ ഒരു എന്താ പറയുക റോളുകളാണ് ആർക്ക് വരുന്നത്? അഡ്മിനിസ്ട്രേറ്റർമാർക്ക്, ഈ ഒരു അഡ്മിനിസ്ട്രേഷന് വരുന്നത്. മനസ്സിലായോ പറഞ്ഞത്? ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ, ക്ലിയർ ആയോ? ശരി, അടുത്താണ്. ഓർഡിച്ചോ നിങ്ങൾക്ക്? ബോറടിച്ചിട്ടില്ല. ഓക്കെ, ശരിക്കും നന്നായിട്ട് ബോറടിച്ചു. നമ്മളിങ്ങനെ പറഞ്ഞോണ്ടിരിക്കല്ലോ, അപ്പൊ നല്ലപോലെ ബോറടിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് ഒരെണ്ണം കൂടെ പറഞ്ഞിട്ട് നിർത്താം കേട്ടോ. ഇന്ന് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അതെന്താണാവോ ഇന്ന് നല്ല ഇൻട്രസ്റ്റ് തോന്നിയിട്ട്? ഇന്നത്തെ പറ്റിപ്പെട്ട ഒരു ഈ ചാപ്റ്റർ കുഴപ്പമില്ല. ഓക്കെ, ഈ ചാപ്റ്റർ വലിയ കുഴപ്പമില്ല അല്ലെ. എന്താന്ന് വെച്ചാൽ നമ്മള് വലിയൊരു ചാപ്റ്റർ ബുദ്ധിമുട്ടി വന്നാൽ നമുക്ക് ഇനി ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പുഷ്പം പോലെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. അതല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത്? ലേറ്റ് ആയി കയറിയതുകൊണ്ട് ബോറടിച്ചില്ല, മോഹം ഉറങ്ങിയില്ല. നമ്മളെ കുറച്ച് വലിയ പ്രശ്നങ്ങൾ നേരിട്ട് വരുമ്പോ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോ നമുക്ക് വലിയ വിഷയമായിട്ട് തോന്നില്ല. അത് തന്നെയാണ്. അപ്പൊ ഒന്നോർത്താൻ നന്നായി, ആ ഒരു വലിയ ചാപ്റ്റർ പഠിച്ചത് നന്നായി. കാരണം അതിലുള്ള ആ ഒരു ബോറടിയും പ്രശ്നങ്ങളൊക്കെ ഇനി വരുമ്പോ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കാരണം അത്രയും വലുപ്പം അല്ലെങ്കിൽ അത്രയും ബോറിംഗ് ഉള്ള ചാപ്റ്റർ ഇനി ഉണ്ടോന്ന് എനിക്കറിയില്ല. ഇത് നോക്കണം, നോക്കി കഴിയുമ്പോഴാണ് അറിയാൻ പറ്റുന്നത്. പക്ഷെ പൊതുവെ എന്താണ്, ഇവിടെയുള്ള ചാപ്റ്ററുകളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടാ. അത് നിങ്ങളോട് ഞാൻ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൊഡ്യൂൾ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ഒരു ചെറിയൊരു ഭാഗം കൂടെ നമുക്ക് പറയാം കേട്ടോ. എന്താണ് സ്കിൽസ് നീഡഡ് കേട്ടോ, സ്കിൽസ് നീഡഡ്. അപ്പൊ നമ്മള് റോളുകൾ കണ്ടു. ഇനി നമുക്ക് എന്തൊക്കെ കഴിവുകളാണ് വേണ്ടത്? ഒരു അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ എന്നൊക്കെ പറയുമ്പോൾ ചില സ്കില്ലുകളൊക്കെ അവിടെ വേണം. നമുക്ക് തിയറിറ്റിക്കലായിട്ട് അറിയുമ്പോൾ മാത്രം പോരാ, കുറച്ച് സ്കില്ലുകളും കൂടെ വേണം. എന്തൊക്കെ സ്കില്ലുകളാണ് വേണ്ടത്? ഒന്ന് പറയുന്നത് ടെക്നിക്കൽ സ്കിൽസ് ആണ് കേട്ടോ. ടെക്നിക്കൽ ആയിട്ടുള്ള സ്കില്ല് വേണം. അതുപോലെ ഹ്യൂമൻ സ്കിൽസ് വേണം കേട്ടോ, ഹ്യൂമൻ സ്കിൽസ് വേണം. പിന്നെ വേണ്ടത് കൺസെപ്ച്വൽ സ്കിൽസ് ആണ്, അതായത് ആശയപരമായിട്ടുള്ള കഴിവുകളും വേണം. ഓക്കെ, ഇതെല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും പല രീതികളിലാണെന്ന് മാത്രം അല്ലെ. അല്ലെങ്കിൽ നമ്മൾ അത്തരം സ്കില്ലുകൾ എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്യണം. ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും, അത് നമ്മൾ എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം അല്ലെ. അപ്പൊ ഒന്നാമത്തെ എന്താണ്? ടെക്നിക്കൽ സ്കിൽസ് ആണ്, അതായത് സാങ്കേതികമായിട്ടുള്ള കഴിവുകൾ.
എന്താണ് സാങ്കേതികമായിട്ടുള്ള കഴിവുകൾ എന്ന് ഉദ്ദേശിക്കുന്നത്? നോളജ് ആൻഡ് എക്സ്പെർട്ടൈസ് ഇൻ സ്പെസിഫിക് ഫീൽഡ് എന്നാണ് പറയുന്നത്. നോളജ് ആൻഡ് എക്സ്പെർട്ടൈസ് ഇൻ സ്പെസിഫിക് ഫീൽഡ്, അതായത് ഒരു പ്രത്യേക മേഖലയിൽ എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ജോലിയാവാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രവർത്തനമായിരിക്കാം. അപ്പൊ അത് ചെയ്യുന്നതിനുള്ള ആ ഒരു അറിവ്, ആ ഒരു എന്താ പറയാ വൈദഗ്ധ്യം, ആ ഒരു കഴിവാണ് ഇത് ടെക്നിക്കൽ സ്കിൽ എന്ന് പറയുന്നത്. പക്ഷെ സാങ്കേതികപരമായിട്ടുള്ള കഴിവുകളാണ്. ഇപ്പൊ നമുക്ക് ചില ജോലി ചെയ്യണമെങ്കിൽ അതിനോടനുബന്ധിച്ച് ചിലപ്പോൾ നമുക്കൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങോ അല്ലെങ്കിൽ നെറ്റ്വർക്ക് പ്രോഗ്രാമിങ്ങോ അങ്ങനത്തെയൊക്കെ നമുക്ക് ചെയ്യേണ്ടത് സാങ്കേതികമായിട്ടുള്ളത്. നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ ഈ ടെക്നീഷ്യന്മാരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ എന്താണ് ഈ പറയുന്ന ടെക്നിക്കൽ സ്കില്ല് ധാരാളമായിട്ടുണ്ടാവും. ഇങ്ങനെ എക്യുപ്മെന്റ്സ് പ്രവർത്തിപ്പിക്കാനും സാങ്കേതികമായിട്ടുള്ള കഴിവുകൾ അത്യാവശ്യമൊക്കെ നമുക്ക് വേണം. ഓക്കെ, അതാണ്. ഇപ്പൊ ചിലർക്ക് എല്ലാ അറിവും ഉണ്ടാകും, ചിലപ്പോൾ പക്ഷെ ഒരു കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യുന്നതിൽ ചില കാര്യങ്ങൾ നമുക്ക് സാങ്കേതികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ അറിയില്ല എന്ന് വരുമ്പോ അതൊരു ബുദ്ധിമുട്ടാണ്. ഒരുപാട് നോളജ് അല്ല എങ്കിലും ഒരു സാമാന്യ ഭേദപ്പെട്ട അറിവും ഒരു എന്താ പറയുക സ്കില്ലൊക്കെ അതിനകത്ത് ഉണ്ടായിരിക്കും. ഇതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നോളജ് ആൻഡ് എക്സ്പെർട്ടൈസിന് സ്പെസിഫിക് ഫീൽഡ്, ഒരു പ്രത്യേക മേഖലയില് അല്ലെങ്കിൽ ഒരു പ്രത്യേക ജോലിയിലോ ഒരു പ്രത്യേക പ്രവർത്തനത്തിലോ ഉണ്ടാകുന്ന ആ ഒരു അറിവും കഴിവും ഒക്കെയാണ് ടെക്നിക്കൽ സ്കിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാങ്കേതികപരമായിട്ടുള്ള കഴിവുകൾ കേട്ടോ. ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങോ അങ്ങനത്തെ ഒക്കെ ചെയ്യാനുള്ള കഴിവുകൾ എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് വേറെ ഒന്നുമല്ല, ടെക്നിക്കൽ ആയിട്ടുള്ള സൈഡൊക്കെ അത്യാവശ്യം ഹാൻഡിൽ ചെയ്യുന്ന ഒരു സ്കിൽ ഉണ്ടായിരിക്കണം. പിന്നെ രണ്ടാമത്തതാണ് എന്ത്? ഹ്യൂമൻ സ്കിൽസ്. ഹ്യൂമൻ സ്കിൽസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഹ്യൂമൻ സ്കിൽസ് അതായത് മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിൽ ഇടപഴകാനുള്ളൊരു കഴിവ്. അതൊരു കഴിവാണ്. നല്ല രീതിയിൽ എല്ലാവരുമായിട്ട് സഹകരിച്ച് അവരോടൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു സ്കിൽ ഉണ്ടായിരിക്കണം. ചില ആളുകളുണ്ട് എന്താണ് ആരുമായിട്ട് സഹകരിക്കില്ല, എല്ലാവരായിട്ട് ഉടക്കാണ്, എല്ലാവരായിട്ടും പ്രശ്നമാണ്. അങ്ങനെയുള്ളവർക്ക് ബുദ്ധിമുട്ടായിരിക്കും ജീവിച്ചു പോകാൻ. നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും എല്ലാവരുമായിട്ടും ചിലരെ നമുക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ചില സ്ഥലത്ത് മിക്കവരുടെ അടുത്ത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ, പ്രത്യേകിച്ച് ഒരു സ്ഥാപനത്തിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ പല ആൾക്കാരുണ്ടായിരിക്കും. അപ്പൊ അവരെല്ലാവരുമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് സഹകരിച്ചു പോകാനും അവരൊന്നിച്ച് പ്രവർത്തിക്കാനും ഉള്ളതും എന്താണ്? അതും ഒരു സ്കില്ല് തന്നെയാണ്, അതൊരു കഴിവ് തന്നെയാണ് കേട്ടോ. അതാണ് ഉദ്ദേശിക്കുന്നത് ഹ്യൂമൻ സ്കിൽസ്. The potential to work well with the other people. അതന്നെ കീപ്പിംഗ് ഗുഡ് റിലേഷൻഷിപ്പ്. നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ പോവാണെങ്കിൽ ഫ്രണ്ട് ഓഫീസിലൊക്കെ ഇരിക്കുന്ന ആളുകളില്ലേ, റിസപ്ഷൻ, അവരെന്നൊക്കെ പറയുന്ന അത്യാവശ്യം ഹ്യൂമൻ സ്കിൽസ് ഉള്ളവരാ. എത്രയോ ആളുകളായിട്ട് അവർ ഡീൽ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അവരൊക്കെ ആയിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു സ്കിൽ അവർക്കെന്നല്ല, അങ്ങനെ ഒരു സ്കിൽ ഉണ്ടായിരിക്കണം, എല്ലാവർക്കും ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് ആർക്കുണ്ടായിരിക്കണം? അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ഉണ്ടായിരിക്കും. ഇതാണ് പറയുന്നത് കേട്ടോ. അതായത് മറ്റുള്ള ആളുകളുമായിട്ട് ഇടപെടാനും അവരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവുകളെയാണ് ഹ്യൂമൻ സ്കിൽസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഒരെണ്ണമുണ്ട്, എന്താണത്? കൺസെപ്ച്വൽ സ്കിൽസ് ആണ്. കൺസെപ്ച്വൽ സ്കിൽസ് അതായത് ആശയപരമായിട്ടുള്ള കഴിവുകൾ. ആശയപരമായിട്ടുള്ള കഴിവുകൾ എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു ചോദ്യം ചോദിച്ചാൽ പെട്ടെന്ന് തന്നെ ഒരു ആൻസർ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. നമ്മൾ ഒരുപാട് ചിന്തിക്കണം. അതായത് നമ്മൾ പല വിമർശനാത്മകമായിട്ടൊക്കെ നമ്മൾ ചിന്തിക്കും. എന്നാൽ മാത്രമേ നമുക്ക് അവിടെ ഉത്തരം കണ്ടെത്താൻ. അത് ഉത്തരം എന്ന് പറയുന്നത് കറക്റ്റ് ഉത്തരമാവില്ല, നമ്മുടെ ആശയങ്ങളായിരിക്കും. അപ്പൊ നിങ്ങളോട് ഞാൻ ചോദിച്ചില്ലേ ചാപ്റ്റർ തുടങ്ങിയപ്പോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് നിങ്ങളുടെ ആശയങ്ങൾ പറയാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ പലരും പല പല നല്ല നല്ല ആശയങ്ങൾ നിങ്ങൾ പറഞ്ഞു, എല്ലാവരുടെയും കറക്റ്റും ആയിരുന്നു അല്ലെ. അപ്പൊ ആ രീതിയിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ആശയപരമായിട്ട് ഇപ്പൊ ഒരാളുടെ ആശയമായിരിക്കില്ല വേറൊരാൾക്ക് അല്ലെ, എല്ലാവരുടെയും വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ അതാണ് കേട്ടോ. The capacity to think and gestate about the abstract and the complex situations which concerns the organization. ആ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു സംഘടനയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ചില സങ്കീർണ സാഹചര്യങ്ങള് അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് സിറ്റുവേഷൻ. അബ്സ്ട്രാക്ട് എന്നൊക്കെ പറഞ്ഞ എന്താ പറയാ, ഇപ്പൊ അമൂർത്തമായിട്ടുള്ളത് എന്നുള്ള അർത്ഥം. അതായത് ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് ഒരു ആൻസർ കിട്ടുന്ന കാര്യമല്ല, ചില അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമല്ലോ. അങ്ങനെയുള്ള അബ്സ്ട്രാക്ട് സിറ്റുവേഷൻസിലേക്ക് എന്താ പറയാ, അത്തരം കാര്യങ്ങളിലേക്കുള്ള ചിന്തിക്കാനുള്ള ആ ഒരു കഴിവാണ് അവിടെ കൺസെപ്ച്വൽ സ്കിൽസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആശയപരമായിട്ടുള്ള കഴിവുകൾ. ഇപ്പൊ നിങ്ങളോട് ചോദിക്കാണ്, ഒരു ഹോസ്പിറ്റലിനകത്ത് രോഗികൾക്ക് ഒരു ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാനായിട്ട് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു മാർഗം ഏതാണ് എന്ന് നിങ്ങളോട് ചോദിക്കണം. അത് ഞാൻ ചോദിച്ചത് എന്താണ്, ഞാനൊരു അബ്സ്ട്രാക്ട് സിറ്റുവേഷൻ ആണ് നിങ്ങൾക്ക് തന്നത്. അതായത് അതിന് പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ആൻസർ കണ്ടെത്താൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരു സ്കൂളില് കുട്ടികളുടെ ഒരു പഠന നിലവാരം ഉയർത്താനായിട്ട് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു മാർഗം നിങ്ങൾക്കൊന്ന് സജസ്റ്റ് ചെയ്യാം എന്ന് ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട്. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ഞാൻ അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും, ഇതൊന്ന് ചിന്തിക്കണം അല്ലെ. അതൊക്കെ ഞാൻ തന്നത് അബ്സ്ട്രാക്ട് ഒരു അബ്സ്ട്രാക്ട് ക്വസ്റ്റ്യൻ ആണ് ഞാനിപ്പോ നിങ്ങൾക്ക് തന്നത്. അതായത് നിങ്ങളുടെ ആശയങ്ങളാണ് അവിടെ വരുന്നത്.
നിങ്ങൾ പല രീതിയിൽ ചിന്തിച്ച് നിങ്ങൾക്ക് എന്തൊക്കെയാണ് മനസ്സിൽ വരുന്നത്, നിങ്ങൾ പല രീതികളിലൂടെ കടന്നുപോകും ചിന്ത. അത്തരത്തിലുള്ള ആ ഒരു കഴിവാണ് കൺസെപ്ച്വൽ സ്കിൽസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സിജ പറഞ്ഞ ഡിഫറെന്റ് തോട്ട്സ് ആണ്. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇത്രയും സ്കില്ലുകൾ നമുക്ക് ആവശ്യം. ഇതൊക്കെയാണ് ടെക്നിക്കൽ സ്കില്ലുകൾ വേണം അല്ലെ, അത്യാവശ്യ സാങ്കേതികമായിട്ടുള്ള കഴിവുകൾ വേണം. പിന്നെന്താണ്, ഹ്യൂമൻ സ്കിൽസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് എവിടെയും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിൽ ഇടപഴകാനും പ്രവർത്തിക്കാനും ഒരു കഴിവുണ്ടായിരിക്കണം. പിന്നെന്താണ്, കൺസെപ്ച്വൽ സ്കിൽസ് ഉണ്ടായിരിക്കണം, ആശയപരമായിട്ടുള്ള കഴിവുകളും ഉണ്ടായിരിക്കണം. ക്ലിയർ ആയോ പറഞ്ഞത്? ഇത്രയും പോരെ? ഇത്രയും പോരെന്നല്ല, ഇത്രയും മതി. കറക്റ്റ് 1 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പൊ ശരി കേട്ടോ, നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അൺമ്യൂട്ട് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾക്ക് ഒന്നിനും ഡൗട്ട് ഇല്ല അല്ലെ? സത്യത്തിൽ മനസ്സിലായിട്ടാണോ അതൊന്നും മനസ്സിലാവാണ്ടാണോ ഡൗട്ട് ഒന്നും ഇല്ലാത്തത്? മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കും അല്ലെ? എന്ന് വിചാരിക്കാം. അപ്പൊ ശരി കേട്ടോ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.